വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്. മതി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. സ്തോത്രം. നമ്മൾ ബൈബിൾ എല്ലാം അടച്ചു വെച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ദൈവത്തിൻ്റെ വചനം കേട്ട് നിങ്ങൾ ബലപ്പെടണം. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അഭിഷിക്തൻ യോഹന്നാൻ പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനകത്ത് കിടന്നുകൊണ്ട് അതൊരു തടങ്കലിൽ ആക്കപ്പെട്ടൊരു സാഹചര്യമാണ്. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോഴും ഇതുവരെ നമ്മൾ കേൾക്കുന്ന പ്രാസംഗികന്മാർ പ്രസംഗിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതിഭീകരമായ ഒരു സ്ഥലമാണ് പത്മോസ്. ഹല്ലേലൂയ. ആ പത്മോസിൻ്റെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് വളരെ ഭീമത്സമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അവിടെ മരണമാണുള്ളത്, അവിടെ തളർച്ചയും തകർച്ചയുമാണ്, നിരാശയാണ്. അതിനകത്ത് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അവിടെ കഴുകന്മാരുണ്ട്, ശവന്തീനികളായ കഴുകന്മാരുള്ള കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു പ്രാസംഗികൻ്റെ പ്രസംഗിക്കുമ്പോൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. പ്രൈസ് ലോർഡ്. അവിടെ ഒരിക്കലും യോഹന്നാനെ കൊണ്ടിട്ടിരിക്കുന്നത് അവിടെ ജീവിച്ച് സന്തോഷമായി അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, അവിടെ വെച്ച് മരിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അവിടെ ഒരു മരണം ഒളിയിരിക്കുകയാണ്. പക്ഷേ ദൈവദാസൻ പറയുന്നത് കർത്താവിൻ്റെ ദിവസമാണിതെന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. അപ്പോൾ അതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കാം, പലതും നമ്മുടെ മുമ്പിൽ ഭീമത്സമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വെളിപ്പാടുള്ളവന് ആ ദിവസം കർത്താവിൻ്റെ ദിവസമായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് സാഹചര്യങ്ങളെ കാണുന്നത്, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ കാണുന്നത്? പ്രൈസ് ലോർഡ്. നമ്മളതിനെ പ്രശ്നങ്ങളെ, രോഗങ്ങളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ വലുതായി കണ്ട് അതിനെക്കുറിച്ച് മാത്രം വിവരിച്ച് ആ പ്രശ്നങ്ങളെ ഉയർത്തി ദൈവത്തേക്കാൾ വലുതായി നമ്മളെപ്പോഴും രോഗത്തെ, നമ്മുടെ ശരീരത്തിലെ രോഗം അതെപ്പോഴും നമ്മൾ ചിന്തിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. കുടുംബത്തിലെ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്, കടഭാരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളെക്കുറിച്ചും അതിൽ മാത്രം ശ്രദ്ധിച്ച് പ്രശ്നങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാൽ ഒരിക്കലും ഈ യോഹന്നാന് ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. യോഹന്നാൻ അവിടെ ചെന്നപ്പോൾ കണ്ടതെല്ലാം അസ്ഥികൂടങ്ങളായിരിക്കും, കഴുകന്മാരായിരിക്കും. പണ്ട് നേരത്തെ വന്നവരൊക്കെ മരിച്ച അസ്ഥികൂടങ്ങളൊക്കെ കണ്ട് ഭയപ്പെട്ട് കരഞ്ഞ് നിലവിളിച്ച് അവിടെ എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? ആരും വരത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിന്തിച്ച് ഭാരപ്പെട്ട് മരിച്ചു പോയേനെ, ഹാർട്ട് അടിച്ചു പോയേനെ. ഹല്ലേലൂയ. എന്നാൽ അതിന് പകരം ആ സാഹചര്യങ്ങളെ, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നും നോക്കാതെ യോഹന്നാൻ പറഞ്ഞു, ഈ പ്രതികൂലമായ മരണം വരിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി ഒരുക്കിയ ഈ ദ്വീപ്, ഹല്ലേലൂയ, എനിക്ക് കർത്താവിൻ്റെ ദിവസമായി. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്തൊരു കാര്യം, ഇതുവരെ വെളിപ്പെടാത്തൊരു കാര്യം, ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും കേട്ടതിനേക്കാളും വലിയ ഒരു ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് കർത്താവിൻ്റെ സീസണാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള ഒരു സാഹചര്യമാണിതെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രൈസ് ലോർഡ്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വേണമെങ്കിൽ കടഭാരത്തെയും ജോലിയില്ലായ്മയെയും നിൻ്റെ തലമുറയെക്കുറിച്ചും, ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിലെ പല വ്യക്തികളെക്കുറിച്ചും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ അതിന് പകരം നീ പറയണം, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്കവണ്ണമാണ്. ഇതെനിക്കൊരു വഴിയായി മാറുകയാണ്. എൻ്റെ ജീവിതത്തിൽ പത്മോസ് എന്ന് പറയുന്നത് കർത്താവുമായിട്ട് വലിയൊരു എൻകൗണ്ടർ ഉണ്ടാകുന്ന, വലിയൊരു മുഖാമുഖം ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുന്ന, ഞാൻ ഈ ലോകത്ത് ഒരു അപ്പോസ്തലന്മാരും കാണാത്ത ഒരു ദർശനം കാണാനുള്ള ഒരു വഴിയാക്കി ഇതിനെ ദൈവം തന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമോ? പ്രൈസ് ലോർഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും പെട്ടെന്ന് അങ്ങോട്ട് മറുപടി കിട്ടുകയാണെങ്കിൽ ആരാ ഇവിടെ വന്നിരിക്കുന്നത്? ആരെങ്കിലും ഇവിടെ വന്നിരിക്കുമോ? നമ്മളങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്ന ഉടനെ പെട്ടെന്ന് മറുപടി അങ്ങ് കിട്ടി. പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ട് മടക്കിയതേ ഉള്ളൂ, മറുപടി അങ്ങ് കിട്ടി. ഒറ്റ മനുഷ്യർ ഇവിടെ വന്നിരിക്കത്തില്ല.
ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിച്ചാൽ ഉടനെ മറുപടി കിട്ടിയേ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ച് വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അല്ലാതെ തലകുത്തനെ നിന്നാലും നിനക്കോ എനിക്കോ ഒരു വിടുതൽ കിട്ടത്തില്ല. ദൈവത്തിനൊരു സമയമുണ്ട്, കർത്താവിൻ്റെ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ദിവസമുണ്ട്. അത് ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, അത് ഏറ്റവും നന്മയ്ക്കായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ആ ദിവസം നിന്റെ ജീവിതത്തിൽ വന്നെത്തുന്നതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ്. ഇന്ന് നിന്റെ ജീവിതത്തിലുള്ള പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഇന്നത്തെ നിന്റെ വിഷയങ്ങളെന്ന് പറയുന്നത് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതൊരു വഴിയാണ്. ഈ പത്മോസ് ഒരു വഴിയാണ്. ദൈവരാജ്യത്തിനകത്തോട്ട് യോഹന്നാൻ ഒരു വഴിയായി പത്മോസ് മാറുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കലോട്ടും ദൈവം തൻ്റെ അടുക്കലോട്ടും ഇറങ്ങി വരുവാൻ പത്മോസ് ഒരു വഴിയായി മാറിയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. ഇന്നൊക്കെ നിന്റെ ജീവിതത്തിൽ വീടില്ലെങ്കിൽ അതൊരു വഴിയാണ് നിന്റെ ആത്മീക ജീവിതം വർദ്ധിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ തലമുറയുടെ വിവാഹം നടന്നില്ലെങ്കിൽ അതൊരു വഴിയാണ്. നിനക്ക് തലമുറ ഇല്ലെങ്കിൽ അതൊരു വഴിയാണ്. നിനക്ക് ജോലി ഇല്ലെങ്കിൽ അതൊരു വഴിയാണ്. ഇന്നത്തെ നിന്റെ പത്മോസിന്റെ അനുഭവം, നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥത ഇല്ലെങ്കിൽ അതൊരു വഴിയാണ്. അതിനെ നീ കാണേണ്ടത് ഇങ്ങനെയാണ്. ആ പ്രശ്നങ്ങളെല്ലാം നീ കാണേണ്ടത് ഹല്ലേലൂയ, അതിനെ കാണുന്നതിന് പകരം നിന്റെ കൂടെ ഉള്ള ദൈവത്തെ നീ തിരിച്ചറിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു അത്ഭുതകരമായ ചില വഴികൾ ഇന്ന് പകല് ഈ 2021 നിന്റെ ചിന്താഗതി മാറാൻ പോകുന്നു, നിന്റെ കാഴ്ചപ്പാട് മാറാൻ പോകുന്നു, നിന്റെ വിശ്വാസം മാറാൻ പോകുന്നു. നീ പറയുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഇതെന്റെ ലൈഫിൽ ഒരു പ്രൊമോഷന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഒരു വഴിയായി മാറാൻ പോയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രശ്നം മാറിയിട്ട് കൈയടിക്കാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തും മാറത്തില്ല. ഹല്ലേലൂയ. ഇന്ന് വരെ ചരിത്രത്തിൽ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും മാറിയിട്ട് മരണം വരെ പ്രശ്നമാണ്. ഹല്ലേലൂയ. പ്രശ്നമില്ലാത്തവരില്ല ഈ ലോകത്തിൽ. ഹല്ലേലൂയ. യഥാർത്ഥമായി വേദവസ്തു എടുത്തുകൊണ്ട് നീ ഇറങ്ങിയാൽ നിന്റെ ജീവിതം മരണം വരെ നിനക്ക് പ്രശ്നങ്ങളെ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ആ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടക്കുന്നവനാക്കി ദൈവം നിന്നെ മാറ്റും. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പ്രശ്നങ്ങളെ മാറ്റുന്ന ദൈവത്തെ നമ്മൾ കാണുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നടക്കുന്ന ഒരു തലമുറയെ ദൈവം ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ യെരിഹോ മതിലിനെ ഇടിക്കാൻ, ചെങ്കടലിനെ മാറ്റുവാൻ, യോർദാനെ മാറ്റുവാൻ ദൈവം ഇറങ്ങി വന്നെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവ് ഇറങ്ങി വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, ഇതാ കടലിന്റെ മുകളിലൂടെ ഞാൻ നടക്കുകയാണ്, നിന്റെ കാൽ കീഴിൽ നിന്റെ പ്രശ്നങ്ങളെ ഞാൻ ആക്കി മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പ്രശ്നങ്ങൾക്ക് മുകളിൽ ചലിക്കുന്നവനായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുക പ്രശ്നം? ചെങ്കടൽ മുമ്പിൽ നിൽക്കുന്നു, യോർദാൻ ദാ മുമ്പിൽ നിൽക്കുന്നു, യെരിഹോ ദാ മുമ്പിൽ നിൽക്കുന്നു, രാജ്യങ്ങൾ മുമ്പിൽ നിൽക്കുന്നു, ഗോലിയാത്ത് ദാ ഫ്രണ്ടിൽ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗോലിയാത്തിനായി സ്തോത്രം. ഗോലിയാത്ത് ഉള്ളത് കൊണ്ടാണ് ദാവീദ് എന്ന് പറയുന്ന ചെറിയ ബാലൻ രാജാവായി മാറിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഗോലിയാത്ത് അല്ല വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ ശൗലും ദാവീദിന്റെ ചേട്ടന്മാരെല്ലാം കൂടെ എല്ലാത്തിനും വെട്ടി പീസാക്കിയല്ലേ. ഹല്ലേലൂയ. പക്ഷെ ഗോലിയാത്ത് വന്ന് നിന്നപ്പോൾ എല്ലാവരും മുട്ടടിച്ച് വീട്ടിനകത്ത് കയറി. ആർക്കും സാധിക്കാത്തൊരു കാര്യം ആത്മാ നിറവുള്ള ഒരു ചെറിയ ബാലനെ കൊണ്ട്, ഗോലിയാത്തിനെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിയത് ചേട്ടന്മാർക്ക് വേണ്ടിയല്ല, ശൗലിന് വേണ്ടിയല്ല. ശമൂവേൽ എന്ന പ്രവാചകൻ പറഞ്ഞ ദൈവത്തിൻ്റെ ദൂത് നിറവേറണമെങ്കിൽ അസാധ്യമായൊരു കാര്യം സകല ജനത്തിൻ്റെ മുമ്പിലും, ഇവൻ എൻ്റെ അഭിഷിക്തനാണ്, ഇവനെ ഞാൻ രാജാവാക്കി മാറ്റാൻ പോകുന്നു, നിങ്ങളെ എല്ലാവരെയും ഭരിക്കാൻ, ഹല്ലേലൂയ, അതിനുള്ള അധികാരം അവൻ്റെ മേലുണ്ട്, അതിനവന് സാമർഥ്യമുള്ളവനാണെന്ന് നാട്ടുകാരുടെ മുമ്പിൽ ദൈവത്തിന് തെളിയിക്കണം. അങ്ങനെ തെളിയണമെങ്കിൽ ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്തിനെ നീ ഭയപ്പെടണ്ട. നീ അഭിഷേകമുള്ളവനാണെന്ന്, ആത്മനിറവുള്ളവനാണെന്ന് ദൈവത്തിന് തെളിയിക്കാനുണ്ട്. ആ തെളിഞ്ഞ് വരേണ്ടതിനാണ് ഇന്നത്തെ പ്രതികൂലം. ഗോലിയാത്ത് ഉണ്ടെങ്കിലേ ദാവീദ് വെളിപ്പെടൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗോലിയാത്ത് ഇല്ലെങ്കിൽ എങ്ങനെ ദാവീദ് വരും? ദാവീദിന് രാജാവാകണമെങ്കിൽ ശൗല് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നുവെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദാവീദിനെ പുറത്തു കൊണ്ടുവരാൻ കാരണമായത് 40 ദിവസം പാളയത്തെ കിടുകിട വിറപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന, പ്രൈസ് ദി ലോർഡ്,
ഈ ഗോലിയാത്ത് എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ സകല മനുഷ്യരും സകല വീരന്മാരും ശൂരന്മാരും പട്ടുപോയപ്പോൾ ചെറിയൊരു ബാലൻ ചെറിയൊരു കല്ലുകൊണ്ട് ആത്മനിറവിൽ ഒരൊറ്റ എറിഞ്ഞപ്പോൾ സ്തോത്രം, ഹാലേലൂയ, നാടിനെ വിറപ്പിച്ചവൻ തറയെ കിടക്കുകയാണ്. ഹാലേലൂയ, സ്തോത്രം. എങ്ങനെ സാധിച്ചു? ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അത് സാധിച്ചു. സ്തോത്രം, ഹാലേലൂയ. നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ വെല്ലുവിളികൾ മുഴുവനും നിനക്കൊരു വഴിയായി വെളിപ്പെടാൻ പോവുകയാണ്. ഹാലേലൂയ. ഇന്നത്തെ ലോണിന്റെ പ്രശ്നം, ഇന്നത്തെ നിന്റെ കടഭാരം, നാളെ രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവനായി നീ മാറുവാൻ. ഇന്ന് നിന്റെ ജീവിതത്തിൽ കടഭാരമുണ്ടോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ രോഗമുണ്ടോ? നീ നാളെ ആയിരങ്ങളെ സൗഖ്യമാക്കുന്ന വ്യക്തിയാക്കി മാറ്റാൻ. ഇന്ന് നിന്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ടോ? ആയിരങ്ങളെ കൈവച്ച് അനുഗ്രഹിപ്പാൻ തക്കവണ്ണ ഒരു ആത്മനിറവ്, ഒരു അഭിഷേകം നിന്റെ മേൽ പതിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ആരാധിക്കാതിരിക്കരുത്. പ്രശ്നം മാറിയിട്ട് ആരാധിക്കാമെന്ന് നീ പറയരുത്. പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിന്റെ മുകളിലോട്ട് കയറി നീ പറയണം, എന്റെ ചിന്താഗതി വ്യത്യസ്തമാണ്. പ്രൈസ് ലോർഡ്. ഞാൻ ജീവിതകാലം മുഴുവനും പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, ഞാൻ പിറുപിറുത്തോണ്ടിരിക്കത്തില്ല, മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കത്തില്ല, ഞാൻ ആരെയും മാറ്റാൻ വേണ്ടി നടക്കത്തില്ല. ഞാൻ മാറുമ്പോൾ, എന്റെ കാഴ്ചപ്പാട് മാറുമ്പോൾ, ഞാൻ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഞാൻ എപ്പോൾ മാറുന്നുവോ അപ്പോൾ പ്രശ്നങ്ങൾ എനിക്ക് ഒന്നുമല്ലാതായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റുന്ന ദൈവമല്ല പുതിയ നിയമത്തിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ മാറ്റുന്നവനാണ്. എന്നെയും നിന്നെയുമാണ് ദൈവം മാറ്റുന്നത്. ദൈവം ഇറങ്ങി വന്നത്, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യനെ മാറ്റാനാണ്. മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റുവാനാണ്. അവൻ്റെ കാഴ്ചപ്പാട് മാറ്റാനാണ്. കർത്താവ് വന്നത് മനുഷ്യനെ ചേഞ്ച് ചെയ്യാനാണ്. ഈ ലോകം ചേഞ്ച് ചെയ്യാനല്ല, ഈ ഭൂമിയെ ചേഞ്ച് ചെയ്തെടുക്കാനല്ല, പാഴും ശൂന്യമായി ശാപം പിടിച്ചു കിടക്കുന്ന ഈ സ്ഥലങ്ങളെ മാറ്റാനല്ല. പാപത്താലും നശിച്ച് ദൈവ തേജസ് നഷ്ടപ്പെട്ട്, വെളിപ്പാട് നഷ്ടപ്പെട്ട്, സുബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ ദൈവം മാറ്റുവാനാണ് ദൈവം ഇറങ്ങി വന്നത്. മനുഷ്യൻ മാറിയാൽ ലോകം മാറും, സാഹചര്യങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മാറണം. അടുത്ത രീതി പറഞ്ഞാട്ടെ, നിന്നെ മാറ്റാനാണ് ദൈവം വന്നത്. പ്രൈസ് ദി ലോർഡ്. നീ മാറുമ്പോൾ നിന്റെ മുമ്പിലുള്ള എല്ലാ പ്രശ്നവും മാറും. നിന്റെ നോട്ടം മാറുമ്പോൾ, നിന്റെ കാഴ്ചപ്പാട് മാറുമ്പോൾ, നിന്റെ ചിന്താഗതികൾ മാറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നീ വലിയ കാര്യങ്ങളെ വിളിച്ച് പറയാം. ആ പ്രശ്നങ്ങളെ നോക്കുന്നതിന് പകരം ദൈവത്തിന് ഉയരത്തിലോട്ട് നോക്കുമ്പോൾ നിന്റെ വിഷയങ്ങൾ നീ മറന്നു പോകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. നിങ്ങളെ ഭൂമിയിലുള്ളത് കാണാനും നോക്കാനും അല്ല ദൈവം വിളിച്ചത്. നിന്റെ നോട്ടം മാറുമ്പോൾ തന്നെ നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മുടെ പ്രശ്നം നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടി നടക്കുകയാണ്. നമ്മൾ വിചാരിച്ചാൽ ആരെയും മാറ്റാൻ പറ്റത്തില്ല. ആരെങ്കിലും കള്ളിയും കാട്ട് നീലിയായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ കള്ളിയും കാട്ട് നീലി മരണം വരെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് ഫറവോനാണ് ഉണ്ടെങ്കിൽ ഫറവന്മാർ കാണും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും പണ്ടുള്ള ആൾക്കാർ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിലവന്മാർ മാറത്തില്ല. അവരൊന്നും മാറ്റാൻ വേണ്ടി നടക്കില്ല. അവർ മരണം വരെ ഈ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവനല്ല മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ പട്ടുപോകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ദൈവത്തിലോട്ട് നോക്കണം. നിന്നെ വിളിച്ച വിളിക്കകത്തോട്ട് കയറി ആത്മനിറവില നിനക്ക് ചുറ്റുമുള്ള ഈ അസ്ഥികൂടങ്ങളെ നോക്കി ഇരിക്കാതെ, 5 പൈസയിലെ പ്രയോജനമില്ലാത്ത ഒരു മനുഷ്യനെ നീ നോക്കിക്കൊണ്ടിരിക്കാതെ നീ പറയണം, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ്. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നല്ല, സാഹചര്യങ്ങളിൽ നിന്നല്ല, ഒരു വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിയിട്ട് ആരാധനയ്ക്ക് വരാമെന്നല്ല. നീ ഇന്ന് പകൽ വ്യക്തിപരമായി മാനസാന്തരപ്പെടണം. നിന്റെ രക്ഷ നീ പ്രാപിക്കണം. നീ പറയണം, ഞാൻ രക്ഷിക്കപ്പെടും, ഞാൻ സ്നാനപ്പെടും, ഞാൻ ഭാര്യയെ നന്നാക്കാം, ഭർത്താവിനെ നന്നാക്കാം, മക്കളെ നന്നാക്കിയിട്ട് വരാമെന്ന് നീ പറയരുത്. ആരെയും നന്നാക്കാൻ നീ ടൈം എടുക്കരുത്. അവരെ നന്നാക്കേണ്ടത് ദൈവമാണ്. നീ നിന്നെ വിളിച്ച വിളിക്കകത്ത് ഓടിക്കേറുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ നിങ്ങൾ നോക്ക്. അവരുടെയൊക്കെ കാഴ്ചപ്പാട്, അവരെല്ലാം ഇൻ്റർനാഷണൽ ആക്കിയതിന് കാരണം, അവരൊക്കെ റിവൈവലിസ്റ്റുകളായ കാരണം എന്താ?
മോശ എന്താണ്? മോശ മൊത്തം 30 ലക്ഷം പേര് ജനങ്ങളെല്ലാം കൂടെ വന്നു നിന്ന് നിലവിളിയും ബഹളവും കല്ലറിയും മോശ അപവാദം പറച്ചിലും ഭയങ്കര വിഷയങ്ങളാണ്. എന്താ ചെങ്കടൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്നപ്പോൾ മോശയ്ക്ക് വേറെ ജോലി, എനിക്ക് വേറെ ജോലി. വെറുതെ ആടിനെ മേച്ച് സന്തോഷമായിട്ട് സിപ്പാറയും പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിച്ചപ്പോൾ എന്നെ വിളിച്ചെന്ത് ചെയ്യുക? ഒരു കാലത്തും നന്നാവാത്ത ഈ നശൂലം പിടിച്ച ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ നിർത്തി. പ്രൈസ് ദി ലോർഡ് എന്ന് മോശ നിലവിളിച്ച് പറഞ്ഞതാ. മോശ പറഞ്ഞതാ, കർത്താവ് എന്നെ വിളിക്കരുത്. മോശയ്ക്ക് നന്നായി അറിയാം ഈ ഫറവോൻ്റെ അടിമത്തം നുകത്തി കിടക്കുന്ന ഈ ജനത്തിൻ്റെ സ്വഭാവം നന്നായി, സ്വന്തം സഹോദരങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് മോശ പറഞ്ഞു, എനിക്ക് പറ്റിയ പരിപാടിയല്ലേ ഇത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ മോശ പറയും, ഞാൻ ഇവരെ അടിച്ചു കൊന്നു കളയും ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക? അതുകൊണ്ട് എന്നെ ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് എനിക്ക് വയ്യ. ഈ ദൈവവേല ചെയ്യാൻ, ദൈവപ്രവൃത്തി ചെയ്യാൻ എന്നെ വിളിക്കരുത്. ഇതിന് വേറെ ആരെങ്കിലും വിളിക്കണം, എന്നെ കൊണ്ട് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഈ ജനം ഒരിക്കലും നന്നാവത്തില്ലെന്ന് ആർക്കറിയാം? മോശയ്ക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം മോശയോട് പറഞ്ഞു, നീ അവരെ ഒന്നും നോക്കണ്ട, ഞാൻ അവരെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, റെഡിയാക്കി തരാം. എല്ലാം മരുഭൂമിയിൽ പട്ടുപോകാനുള്ള ആൾക്കാരാണ്, കുഴപ്പമില്ല, കുറച്ചെണ്ണേ കാണുള്ളൂ അവസാനം. അതുകൊണ്ട് നീ അവരെ നോക്കണ്ട, നീ അവരെ നോക്കി കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. നീ എന്നെ നോക്കിയാൽ മതി, ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. സാഹചര്യവും സമയം കിട്ടിയാൽ നിൻ്റെ കൂടെയുള്ള അഹരോനും മിരിയാം വരെ നിനക്ക് പണി തരും. അതുകൊണ്ട് നീ അവരെയൊന്നും നോക്കരുത്, നീ എന്നെ മാത്രമേ നോക്കാവൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പറഞ്ഞാണ് മോശ ഇറക്കിയത്. മോശ കൂടെ ഉണ്ട്. 9 അത്ഭുതങ്ങളും ഭയങ്കര സംഭവങ്ങളൊക്കെ മോശ അവിടെ ചെയ്തു. പക്ഷേ ഈ 9 എണ്ണം ചെയ്തപ്പോഴും ഒന്നും നടന്നില്ല. ഈ 9 അത്ഭുതം അവിടെ നടന്നപ്പോഴും ഫറവോൻ വീണ്ടും വീണ്ടും കഠിന ഹൃദയനാകുകയാണ്. നമ്മൾ എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും കഠിന ഹൃദയനാണെങ്കിൽ ഓർത്തോണം പാവപ്പെട്ടവൻ്റെ ശവക്കുഴി തോണ്ടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ അപ്പോൾ അവരെ കുഴി അങ്ങനെ വെട്ടി 9 പ്രാവശ്യം പറഞ്ഞ് 10 അത്ഭുതം കണ്ടിട്ടും ഫറവോന് മാനസാന്തരം ഇല്ല. ഹൃദയം, വചനം പറഞ്ഞ ഹൃദയം എന്ത് ചെയ്യുന്നു? ചില ആൾക്കാരുടെ ഹൃദയം ദൈവം അങ്ങ് കഠിനമാക്കും. നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. ഇതല്ല. നമ്മൾ അപ്പോൾ ഓർത്തോളണം, പാവപ്പെട്ടവന് വിടുതലാകാനുള്ള സമയം ആയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയും ദൈവപ്രവൃത്തികളുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ് അതൊക്കെ. അതും ഒരു മഹത്വമാണ് ദൈവത്തിൻ്റെ. പ്രൈസ് ദി ലോർഡ്. ഫറവോൻ മരിച്ചപ്പം അവിടെ ആർക്കെങ്കിലും വിഷമമുണ്ടായോ? അതും ദൈവത്തിൻ്റെ മഹത്വമായി വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കാരണം ദൈവം അവനെ വെച്ചിരിക്കുന്നത് ലോകം മുഴുവനും പ്രസംഗിക്കുമ്പോൾ, സ്തോത്രം, മുട്ടറ്റം വെള്ളമുള്ള കടലിന് അകത്തുകൂടെ എന്ന് പലരും പറയും. അപ്പോൾ അതിനകത്തുകൂടെ ഇസ്രായേൽ ജനത്തെ അക്കരെ എത്തിച്ച ദൈവം ഈ മുട്ടറ്റമുള്ള വെള്ളത്തിനകത്ത് ഫറവോനെ മുക്കി കൊന്നുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെയും ദൈവ മഹത്വം വെളിപ്പെടുകയാണ്. കാരണം ഇത്രയും വലിയൊരു ദൈവമാണ്, സർവശക്തനായ ദൈവം. കഴിഞ്ഞ 400 സംവത്സരമായി തൻ്റെ ജനത്തെ ബന്ധിച്ച് ഒതുക്കി അവരെ കഷ്ടപ്പെടുത്തുന്ന ഈ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വലിയ ഒരു പാരിതോഷികമാണത്. ദൈവം പ്രതികാരം ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെ സ്നേഹിക്കുന്ന, താൻ വിളിച്ച് വേർതിരിച്ച വാഗ്ദത്തമുള്ള ജനത്തെ ആരെങ്കിലും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ ജനം മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിന്നെയും എന്നെയും ദൈവം വിളിച്ചു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ഒരു കർത്തൃ ദിവസം വരാൻ പോകുന്നു. നിനക്കും എനിക്കും വേണ്ടി ദൈവം ഇറങ്ങി വരുന്നൊരു ദിവസം എന്താ വരാൻ പോകുന്നു? നമുക്ക് വേണ്ടി ഒരു കർത്തൃ ദിവസമുണ്ട്. അവിടെ വിടുതൽ മാത്രമല്ല ഉള്ളത്, അവിടെ ഒരു ന്യായവിധിയും കൂടെ ഉണ്ട്. അതൊരു പ്രതികാര ദിവസം കൂടെയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെ മുമ്പിൽ ഇന്ന് പകൽ നിന്നെ അപവാദം പറയുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, നീ ബൈബിൾ എടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷമവും ഭാരവും നിന്റെ ലൈഫിലുണ്ടെങ്കിൽ ഒരു വലിയ ന്യായവിധിയുടെ ദിവസമുണ്ട്. എല്ലാത്തിനും മറുപടി പറയുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ 9 പ്രാവശ്യം അത്ഭുതം കണ്ടിട്ടും എന്ത് ചെയ്യുക? ജനം പറയുകയാണ് ഒരു അത്ഭുതം, ഒരു മാറ്റമല്ല, ഈ പുള്ളിയുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മോശ പറഞ്ഞത്, ഇനി ഒരു അത്ഭുതം കൂടെ ചെയ്യാറുണ്ട്. ആരെങ്കിലും നമ്മളടുത്ത് വന്ന് പറയണം, ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങൾക്കൊരു രോഗം, എന്നെ വിളിച്ചു, ഞാൻ വന്ന് തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു, ശ്വാസം മുട്ടലുണ്ട്, എന്ത് ചെയ്യുക? എളുപ്പ് പിടിച്ചിരിക്കുന്നു, പാവം, ഭയങ്കര വലിവ്. ഞാൻ വന്ന് തലയെ കൈവച്ചു. പണ്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. കൈവച്ചിട്ട് മാറുന്നില്ല, സ്തോത്രം. വീണ്ടും കൈവച്ചു, മാറുന്നില്ല. വീണ്ടും കൈവച്ച് മാറുന്നില്ല. 8-9 പ്രാവശ്യം കൈവച്ചിട്ടും മാറുന്നില്ല.
അപ്പോൾ അവസാനം ഞാൻ പറയാണ്, ഇനി അടുത്ത കൈവപ്പിന് മാറും എന്ന് പറഞ്ഞാൽ അവരുടെ എളുപ്പം മാറും, എനിക്ക് എളുപ്പമുണ്ടാകും. അവരെന്ത് ചെയ്യും? എന്നെ അടിച്ച് റെഡിയാക്കി എനിക്ക് പിന്നെ എളുത്തോണ്ട് കിടക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതല്ലേ മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാലുള്ള സ്വഭാവം അതാണല്ലോ. നമുക്ക് അവരെ എളുപ്പമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ബോംബെയിൽ വെച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് വിശ്വാസമില്ല, ദൈവം ഉണ്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടെന്നത് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്താണ് പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ദൈവം ഉണ്ടെന്ന് എനിക്ക് അന്യഭാഷ കേട്ടിട്ട് 10 വർഷം ഞാൻ പറയാൻ നടന്ന ആളാണ്. വിശ്വാസമില്ല, അന്യഭാഷയാണെന്ന്. അങ്ങനെ അവിശ്വാസം, ഭയങ്കര അവിശ്വാസിയായിരുന്നു ഞാൻ. അതുകൊണ്ട് ദൈവം എല്ലാം നേരിട്ട് ഇറങ്ങി വന്നാൽ എന്നെ കാണിച്ചും പഠിപ്പിച്ചൊക്കെ തന്നാണ് ഒരുവിധം കഷ്ടപ്പെട്ട് എന്നെ ഇറക്കിയത് ശുശ്രൂഷയ്ക്ക്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ രോഗികളെ സൗഖ്യം. അപ്പോൾ ഒരു ഭയങ്കര ആസ്മ പിടിച്ച ഒരു സ്ത്രീ വന്ന് നിൽക്കുക. അപ്പോൾ ഇവർ പിന്നെ അവിടെ വെച്ച് പല അത്ഭുതങ്ങൾ നടന്നുകൊണ്ട് അവരെന്നെ ബാബ എന്നൊക്കെ വിളിക്കുക. ഭയങ്കര അത്ഭുതം ചെയ്യുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വലുവ് പിടിച്ച നാട്ടുകാർ മുഴുവൻ കേൾക്കുക. അതുപോലെ പിന്നെ വലിച്ചുകൊണ്ടിരിക്കുക സ്ത്രീ. അപ്പോൾ ഇവരെ കണ്ടപ്പം തന്നെ എൻ്റെ വിശ്വാസം അങ്ങ് പോയി. ഹല്ലേലൂയ. അപ്പം ഞാൻ സ്ത്രീകളുണ്ട്, മറാഠികളാണ്. ഇവർ പിന്നെ എന്ത് ചെയ്യുക, ചെരിപ്പൂരി അടിക്കും. അവർ ഭയങ്കര ആണുങ്ങളെപ്പോലെ അല്ല, ആണുങ്ങൾക്ക് അവിടെ പേടിയാണ്. അവിടെ പെണ്ണുങ്ങളാണ് പിന്നെ ആൾക്കാരെയൊക്കെ അടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീകളെല്ലാം കൂടെ വളഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. 10-25 പേരുണ്ട് എൻ്റെ റൂമിനകത്ത് കൊണ്ടുവന്നിട്ട് ഇവർ ഇങ്ങനെ ആസ്മ പിടിച്ച് ഇങ്ങനെ വരിച്ചുകൊണ്ടിരിക്കുക. എന്നോട് പറഞ്ഞു ബാബ പ്രാർത്ഥന. അവർ ഹിന്ദി പറയും, എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ വേറൊരു ഒരു അപ്പച്ചനുണ്ടായിരുന്നു, ഒരു ഗോവാക്കാരൻ അപ്പച്ചൻ. ഇദ്ദേഹത്തിൻ്റെ രോഗങ്ങളെല്ലാം ഞാൻ റൂമിനകത്ത് ആരും കാണാതെ പിടിച്ചിരുത്തി പ്രാർത്ഥിച്ച് അങ്ങ് സൗഖ്യമായി. ഈ പുള്ളി ചെന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി ഒപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോഴേ എൻ്റെ വിശ്വാസം എന്ത് ചെയ്തു, അങ്ങ് പോയി. ഞാൻ പേടിച്ചിരിക്കുക. കാരണം എന്തായിരുന്നു, ഇന്നത്തെ ദിവസം എൻ്റെ എനിക്ക് അടി കൊണ്ട് എൻ്റെ നീരെല്ലാം പോവും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ വളരെ പേടിച്ച് ഇവിടെ പറഞ്ഞു, കണ്ണടച്ചോ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഹിന്ദി ഒരുവിധം അന്നത്തെ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. കണ്ണടയ്ക്കാൻ പറഞ്ഞു ഹിന്ദിയിൽ. അപ്പോൾ ഇവർ കണ്ണടച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല. പിന്നെയും വലിച്ചുകൊണ്ടിരിക്കുക. 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ മുഖം ഒന്നാമത് അവർ വെളുത്താണ്ടിരിക്കുന്ന, പിന്നെ ചുമന്നു. അപ്പോൾ ഇവൻ കള്ളനാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, അവസാനം ഞാൻ പറഞ്ഞു എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഞാൻ ചെരുപ്പ് ഊരിയിട്ടിട്ട് ഡോർ വഴി ഓടി രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു, എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് കൈ ഉയർത്തി മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. അവർ മുകളിലോട്ട് നോക്കിയാലേ താഴെ കൂടെ എനിക്ക് കാരണം വേറെ രക്ഷയില്ല. അവർ കണ്ണടച്ചു ഇതിനെ ഉയർത്തി. ഞാൻ ഓടാൻ യേശുവിൻ്റെ നാമത്തിലെന്ന് പറഞ്ഞിട്ട് ഓടാൻ പോയപ്പോൾ ഇവരുടെ വലിവങ്ങ് മാറി. ദൈവം ഒരു രക്ഷയില്ലാതെ അങ്ങ് ചെയ്തതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളെ അങ്ങ് രക്ഷപ്പെടുന്ന ഇവനിപ്പോൾ ഓടിയ പിന്നെ ജീവിതകാലത്ത് ബൈബിൾ എടുക്കൂലെന്ന് ദൈവത്തിന് അറിയാം. അന്ന് എന്തെങ്കിലും ദൈവം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഈ ബൈബിള് എടുക്കത്തില്ലെന്നറിയാം. കാരണം എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ബൈബിൾ എങ്ങനെയും തറവയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ദൈവം എന്നെ വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കർത്തൃ ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ വ്യക്തികളോട് ദൈവം പറഞ്ഞു 10 ബാധ വെളിപ്പെടാൻ വന്ന് 9 ചെയ്തു. പക്ഷേ 10ാമത്തതും കൂടെ ചെയ്താലേ പ്രൈസ് നടന്നാലേ നിങ്ങൾക്ക് ഇവിടുന്ന് പുറപ്പാടുള്ളൂ. പക്ഷേ അത് വിശ്വസിക്കാൻ ആ ജനം തയ്യാറായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പറഞ്ഞു ഈ ആട്ടിൻ്റെ മാംസവും അതുപോലെ കയ്പ് ചീരയും പുളിച്ച മാവ് ഇതെല്ലാം കൊണ്ട് വലിയൊരു ഭക്ഷണം ഉണ്ടാക്കി രാത്രി അകത്ത് കയറി ഉണ്ടാക്കി കഴിക്കണം. ആദ്യം കഴിക്കേണ്ടത് കയ്പ് ചീരയാണ്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 400 വർഷങ്ങളായി നീ അനുഭവിച്ച വേദനയുടെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൻ്റെ അവസാനത്തെ ആ കയ്പ. ഇതോടുകൂടി നിൻ്റെ ജീവിതത്തിലെ കയ്പ് മാറാൻ പോവുകയാണ്. ഇതോടുകൂടി നിൻ്റെ ജീവിതത്തിലെ കണ്ണുനീര് മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ആത്മാവ് വിളിച്ച് പറയുകയാണ്, കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും പല പ്രാവശ്യം കൈവപ്പ് കെട്ടി പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ ലൈഫിലൊരു മറുപടി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, നിൻ്റെ കണ്ണുനീര് മാറാത്ത അവസ്ഥയാണെങ്കിൽ, ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണാൻ പോവുകയാണ്. നിൻ്റെ അവസാനത്തെ കണ്ണുനീരാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം നിൻ്റെ അവസാനത്തെ കണ്ണുനീരാണ്, അവസാനത്തെ കയ്പാണ്. വർഷങ്ങളായി അനുഭവിക്കുന്ന കയ്പിൻ്റെ അനുഭവങ്ങൾ ഇന്ന് പകൽ നീ ഹല്ലേലൂയ ഭവനത്തിൻ്റെ പുറത്ത് കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് പുരട്ടിയിട്ട് അവസാനത്തെ ബാധയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ സർവശക്തനായ ദൈവം പറയുകയാണ്, നീ കയ്പ് ചീര കുടിച്ച് അവസാനത്തെ കണ്ണുനീരും നിലവിളിയും അവസാനിപ്പിക്കുമ്പോൾ ഇതാ മറുഭാഗത്ത് നൂറ്റാണ്ടുകളായി നിന്നെ കരയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അവന്റെ ഭവനത്തിനകത്ത് നിന്നും അതിഭയങ്കരമായ നിലവിളി ഉയരാൻ പോവുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വിരോധമായി നിന്നവന്, നിനക്ക് വിരോധം മന്ത്രവാദം ആഭിചാരം ചെയ്തതൊക്കെ പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽക്കാലം തെളിവോടെ വെളിവോടെ അതാരാണ് എന്താണെന്ന് തെളിയിക്കത്തക്ക നിലവാരത്തിൽ സ്പഷ്ടമായി ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അസാധാരണമായ ദൈവത്തിൻ്റെ കരം, അടയാള സഹിതം ഒരു പുറപ്പാട്, അടയാള സഹിതം ദൈവപ്രവൃത്തി. ഈ കാലഘട്ടങ്ങൾ ആത്മാവിനെ നോക്കി പറയുകയാണ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നമ്മെ ബലപ്പെടുത്താൻ ഉറപ്പിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്പഷ്ടമായി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സീസൺ ദാ വെളിപ്പെടാൻ പോകുന്നു. ഈ സീസൺ ഇത് കർത്തൃ ദിവസമാണ്, ഇത് ദൈവത്തിന്റെ സമയമാണ്. ഈ സീസണിൽ നീ ഞെട്ടിപ്പോകുന്ന അത്ഭുതം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്. നീ കാണുന്ന ആ കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവസാനത്തെ കണ്ണുനീര്, അവര് കയ്പ് ചീര കുടിച്ച ആൾക്ക് അറിയാം, നിലവിളി ഉണ്ടാകും, കരയും. ദൈവം പറഞ്ഞു, നിന്റെ അവസാനത്തെ കണ്ണുനീരായത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അവസാനത്തെ കയ്പ. കഴിഞ്ഞ 400 സംവത്സരമായി 4ാം തലമുറ വരെ നീ അനുഭവിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആത്മാ പറയുകയാണ്, ഇനി ഒരു കണ്ണുനീരോ ഇനി ഒരു കയ്പോ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ എന്നേക്കുമായി ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നിന്റെ അടിമത്ത നുഖത്തിൽ നിന്നും ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന കനാൻ ദേശം, പ്രോമിസ് ലാൻഡിനകത്ത് എത്തിക്കാൻ ഹാലേൻ്റെ സമയമായി കർത്തൃ ദിവസം എന്താ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ ഇതിനു മുമ്പ് നിന്നെ കഷ്ടപ്പെടുത്തിയവരുടെ നടുവിൽ ഒരു നിലവിളി നീ കേൾക്കാൻ പോകുന്നു. നിന്റെ കാതുകൊണ്ട് നീ കേൾക്കാൻ പോവുകയാണ്. അവരുടെ അകത്തളങ്ങളിൽ വലിയൊരു കരച്ചിൻ്റെ ശബ്ദം നീ കേൾക്കാൻ പോവുകയാണ്. ഇവിടെ തുടങ്ങുകയാണ് അവരുടെ കഷ്ടം. നിന്റെ കഷ്ടം ഇവിടം കൊണ്ട് അവസാനിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ അതിഭയങ്കരമായ 1000 തലമുറ വരെ അയ്യംവിളിയുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്നെ കഷ്ടപ്പെടുത്തിയവരെ എന്നേക്കുമായി ഈ ഭൂമി എടുത്ത് മാറ്റാൻ പോവുകയാണ്. നീ ഇനി മേലിൽ നീ ഒരു മിസ്രൈമിനെ കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഒരു നാളും കാണാതെ വണ്ണം എന്റെ ദൈവം ഒരു പ്രതിക്രിയ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ മോശയ്ക്ക് അറിയാം ഈ ജനത്തെ, അതാണ് ദൈവം തന്നെ വിടുവിക്കുമ്പോൾ പ്രതിക്രിയ നടത്തി വിടുവിക്കും. കർത്തൃ ദിവസം വരണം. നമ്മുടെ ദിവസം വന്നാൽ നടക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചു പോയി ഇപ്പം തന്നെ അവൻ്റെ കാര്യത്തിന് തീരുമാനം അവൻ്റെ തലയിൽ ഇടുത്തി വീഴട്ടെ, തേങ്ങ വീഴട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒന്നും നടക്കില്ല. നമ്മളെ ദേഹത്തെ തേങ്ങ വീഴും. ഞാൻ ഉണ്ട് ഒരു അമ്മച്ചിയും മോളും കൂടെ ഒരു ആലയത്തിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ്, അയൽവാസിയായി അവരുടെ തലയിൽ ഇടുത്തി വീഴണം, തലയിൽ തേങ്ങ വീഴണം, അവർ മരിക്കണം, ചാവണം. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലയത്തിൻ്റെ മുകളിൽ നിന്ന് 2 പാമ്പ് വന്നവരെ ദേഹത്ത് വീഴും. അപ്പോൾ നമ്മൾ ശത്രുക്കൾക്ക് വിരോധമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇരുന്നാൽ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല ദൈവം. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീട് നീ താണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യനെ നോക്കാതെ, മനുഷ്യനോട് എതിർപ്പ് പ്രകടിപ്പിക്കാതെ, സാഹചര്യങ്ങളെ നോക്കി നിലവിളിക്കാതെ ഈ 30 ലക്ഷം ജനവും 10 ബാധകൾ കഴിഞ്ഞ് പുറത്തിറങ്ങി ചെങ്കടലിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ജനത്തെയും വിടുവിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് വിരോധമായി പിറുപിറുക്കാൻ തുടങ്ങി, കല്ലെടുക്കാൻ തുടങ്ങി. പക്ഷേ മോശ അപ്പോൾ കണ്ടു. അപ്പോൾ പറയുകയാണ്, മോശയുടെ ആത്മീയത വെളിപ്പെടുന്ന അവിടെയാണ്. ഒരു അഭിഷേകമുള്ളവൻ്റെ ആത്മീയത വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ നമ്മളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിക്കാൻ, നമ്മളെ പഴയ മനുഷ്യനെ പുറത്തെടുപ്പിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വേണമെങ്കിൽ ഈ ജനത്തിനെ അങ്ങോട്ട് മോശ തിരിഞ്ഞു നിന്നിട്ട് നിനക്കൊക്കെ ഇത് വേണം, നിന്നെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിരുന്ന് നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ മരുഭൂമി കടന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വിരോധമായി തിരിഞ്ഞു നിന്ന മോശയ്ക്ക് വേണമെങ്കിൽ 1.5 മണിക്കൂർ ഇവരെ ശപിക്കാം, അവരോട് വാഗ്വാദം നടത്താം. ഇനി എനിക്ക് നേതൃത്വം നിരയിൽ നിൽക്കാൻ വയ്യ, ഞാൻ ഓടി രക്ഷപ്പെടാൻ പോകുന്നു, നിങ്ങൾ പോവേ വരെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകാം. പക്ഷേ ഉത്തരവാദിത്വം എടുത്തത് ദൈവമാണ് കൊടുത്തത്. ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ജനം തിരിഞ്ഞാലും, ജനം എതിര് പറഞ്ഞാലും, ജനം എന്ത് പറഞ്ഞാലും ഒരിക്കൽ ഈ വേദപുസ്തകം കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് നീ കൈ കൊടുത്തു കഴിഞ്ഞാൽ, ഒരിക്കൽ എൻ്റെ ദൈവത്തുമായിട്ട് നീ കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല.
എന്ത് കഷ്ടമുണ്ടെങ്കിലും എന്ത് പ്രതികൂലമുണ്ടെങ്കിലും എത്ര ജനം നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും ഇന്ന് പകൽക്കാലം കർത്തൃ ദിവസം വെളിപ്പെടുമ്പോൾ അഭിഷിക്തനായ ശുശ്രൂഷകരായ വിശ്വാസിയായ നിന്റെ ജീവിതത്തിന് വിരോധമായി പഴയ സ്വഭാവം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ അപ്പോൾ ഒതുങ്ങണം. നന്ന് താണിരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, കർത്താവിൻ്റെ മുഖത്തേക്ക് നീ നോക്കാൻ നീ തയ്യാറാണെങ്കിൽ, എൻ്റെ ദൈവം നിന്റെ മുമ്പിൽ അതിഭയങ്കരമായ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു സീസണിലോട്ട് നിന്നെ കയറ്റാൻ പോകുന്നു. അടുത്തൊരു സീസൺ നിനക്ക് വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് പകല നീ ഇന്ന് വരെ കാണാത്ത ഒരു അത്ഭുതം, ചെങ്കടൽ വിഭാഗിക്കുന്നത് കാണുന്നതിന് മുമ്പ് ഹല്ലേലൂയ, ലോകം മുഴുവനും വാഴ്ത്തുന്ന രീതിയിൽ ഒരു വലിയ അത്ഭുതമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഒരു വലിയ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ഇതാ ഒരു കല്ലറിയുടെ അനുഭവം, ഒരു അപവാദത്തിന്റെ അനുഭവം, ഒരു നിന്ദയുടെ അനുഭവം. എന്നാൽ ഒരു പുതിയ സീസൺ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഒരു പുതിയ സീസൺ ഓപ്പൺ ആകാൻ പോവുകയാണ്. ഒരു വഴി തുറക്കാൻ പോവുകയാണ്. ഒരു ശുശ്രൂഷ കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. മോശ തിരിച്ച് മറുപടി പറയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ആയുധങ്ങള്, ഹല്ലേലൂയ, സ്തോത്രം, ഈ ലോകത്തിന്റെ ആയുധങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥന എന്ന ആയുധത്തെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി താഴ്ന്നിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പൗലോസ് എന്ത് പറഞ്ഞു? കൊരിന്ത്യർ സഭയ്ക്കകത്ത് വന്ന 10-ാമത്തെ അധ്യായത്തിനകത്ത് പൗലോസ് ഭയങ്കരമായിട്ട് അങ്ങ് ഭാരപ്പെട്ടു പോയി. കാരണം പൗലോസിനെ അടിക്കാൻ വേണ്ടി അവിടെ ലീഡർമാരെല്ലാം കൂടെ, പ്രൈസ് ദി ലോർഡ്, പൗലോസ് കൊരിന്ത്യർ സഭയിൽ വന്നപ്പോൾ ലീഡേഴ്സ് എല്ലാം കൂടെ അവിടെ അടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുക. അപ്പോൾ പൗലോസ് പറയും, എൻ്റെ ആയുധങ്ങൾ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ പഴയ കാല അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. അതുപോലെ പറഞ്ഞാൽ മനുഷ്യനെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. മനുഷ്യൻ എന്നും അവൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ രോഗത്തെയോ ഭാരത്തെയോ കടഭാരത്തെയോ ഒന്നും കണ്ടുകൊണ്ട് ആ സാഹചര്യം മാറുമ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. എൻ്റെ മക്കളെ കെട്ടിച്ചയച്ചിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. എനിക്ക് 50 ലക്ഷം രൂപ കിട്ടുമ്പോൾ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. എനിക്കൊരു സ്ഥലവും ഒരു വീടും തന്നാൽ ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ ഒരു ആലയം കിട്ടിയാൽ ഇറങ്ങാം. ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവനൊന്നും ഒരു കാലത്തും ദൈവമായിട്ടൊരു വിടുതൽ സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവിടെ കാണും. പക്ഷെ അതിൻ്റെ നടുവിൽ പൗലോസ് ചെയ്തതുപോലെ ആ കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും ചങ്ങലയ്ക്കകത്ത് കിടക്കുമ്പോഴും നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ഇന്ന് പകൽ റെഡി ണെങ്കിൽ എന്റെ ദൈവം ദൂതനെ ഇറക്കി ആ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ പൊളിച്ച് ആത്മാവ് നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. നീ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കി പിറുപിറുത്തു കൊണ്ടിരിക്കുന്നവനല്ല വിടുതല. സാഹചര്യങ്ങളുടെ നടുവിൽ ആത്മാവിൽ ആരാധിക്കുന്നവൻ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവന് മുമ്പിൽ സ്വർഗത്തിന് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. അതാണ് യെരിഹോ മതിൽ തകർന്നത്. മുമ്പിൽ നിൽക്കുന്ന യെരിഹോ മതിലിനെ കണ്ട് അതിൻ്റെ പൊക്കവും വലിപ്പവും അത് ഏത് കല്ലുകൊണ്ട് ഉണ്ടാക്കിയെന്നും ഇതിൽ ഭാരം കൊണ്ട് കുത്തിയാൽ ഇത് പൊളിയുമോ, ഇതിൽ പിന്നെ ബോംബ് വെച്ചാൽ തകരുമോ എന്നൊക്കെ ചോദിച്ചും കൊണ്ട് നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവം ജനത്തിന് ഒരു വലിയ അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര വലിയ സംഭവം നീ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ എന്നെ സ്തുതിച്ചാൽ, എന്നെ സ്തോത്രം ചെയ്താൽ, നീ വായി തുറന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ, നിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ അങ്ങോട്ട് മഹത്വപ്പെടുത്തിയാൽ, ഹല്ലേലൂയ, എത്ര വലിയ മതിലുകളും ഇടിക്കാൻ ഞാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഇത് ദൈവമക്കൾക്ക് മാത്രമേ സാധിക്കൂ. ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവർ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. രോഗത്തിൻ്റെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നീ ദൈവത്തിനെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ഒരു അനുഭവം നിനക്ക് ഇന്ന് പകൽ ഉണ്ടെങ്കിൽ എല്ലാം ഇടിഞ്ഞു വീഴാൻ പോകുന്നു, എല്ലാം തകർന്ന് വീഴാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരിക്കലും പ്രശ്നങ്ങൾ മാറുമെന്ന് കരുതി ആരും ഇരിക്കണ്ട. ഒരു പ്രശ്നം മാറിയാൽ മറ്റൊരു പ്രശ്നം വരും. ഒരു വിഷയം മാറിയാൽ മറ്റൊരു വിഷയം വരും. അത് ഈ ഭൂമി ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ എല്ലാ മനുഷ്യൻ്റെ മുമ്പിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ ദൈവമക്കൾക്കൊരു പ്രത്യേകതയുണ്ട്.
ഹല്ലേലൂയ. വെളിപ്പാട് അകത്ത് കയറിയവൻ, കർത്താവ് അകത്ത് കയറിയ മനുഷ്യൻ, രാപകൽ പ്രാർത്ഥിച്ചും ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന യോഹന്നാനെ സംബന്ധിച്ച് മറ്റുള്ള ശിഷ്യന്മാരെല്ലാം യേശുവിനെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ഓടിക്കളഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടിയൊന്ന് തീരുമാനം പരസ്യ ശുശ്രൂഷ വേളയിൽ തന്നെ യോഹന്നാൻ എടുത്തത് കൊണ്ടാണ് ഭയപ്പെട്ട് മറ്റുള്ളവർ ഓടിയപ്പോൾ താൻ മാത്രം ഓടാതെ ആ കർത്താവിനെ നോക്കിക്കൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ഇന്ന് പകൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ പ്രതികൂലത്തിന് നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. പേടിയുള്ളവന് പറ്റത്തില്ല. ഹല്ലേലൂയ. ജോലി കിട്ടാൻ വേണ്ടി ഹിന്ദു സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുന്നവന് പറ്റത്തില്ല. ഹല്ലേലൂയ. വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ വന്ന് ആലയത്തിൽ എത്തി നോക്കിയിട്ട് പോകുന്നവന് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇടിയും മഴയും വരാൻ വേണ്ടി കാത്തിരിക്കുന്നവന് നടക്കത്തില്ല ആരാധനയ്ക്ക് പോകാതിരിക്കാൻ. ഹല്ലേലൂയ. ആരെങ്കിലും വന്ന് ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ക്ഷണിച്ചിരുന്നെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണ്ടായിരുന്നു. കൊറോണ ഒന്നും കൂടെ വന്നിരുന്നെങ്കിൽ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജോലിക്കൊന്നും പോകാതെ സുഖിച്ച് ജീവിക്കാമായിരുന്നു. കൊറോണയുടെ വണ്ടയിലെല്ലാം വയ്ക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മടിയന്മാർക്കൊന്നും അല്ല ഈ മെസ്സേജ്. സ്തോത്രം. അപ്പുറത്തവനെ അതിര് മോട്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അവനെ എന്നും പ്രായിക്കൊണ്ടിരിക്കുന്നവനും അല്ല ഈ മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ ഞാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യാം, പാർഷന്മാരായി പോയതുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറയുന്നത് അപ്പുറത്തവൻ അത് ചെയ്തു, എന്നും ഇത് തന്നെ എത്രയോ വർഷം കൊണ്ട് കേൾക്കുന്ന കാര്യമാണ്. അപ്പുറത്തവൻ അത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. മുകളിലോട്ട് നോക്കാനുള്ള കണ്ടില്ല, എപ്പോഴും അപ്പുറത്തവൻ്റെ നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നും നിൻ്റെ നോട്ടം ശരി അന്നേ നീ ഗുണപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ അപ്പുറത്തവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ മഞ്ചേ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംശയരോഗിയായ ഒരുത്തിയെ കെട്ടി. അവളും സംശയരോഗി, ഇവനും സംശയരോഗി. അവൻ എന്ത് ചെയ്തു? വെളിയിറങ്ങി. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് കോൾഗേറ്റ് എടുത്ത് പല്ല് തയ്ക്കാണ്ട് വെളിയിറങ്ങിയപ്പോൾ സംശയരോഗിയ ഭാര്യ നോക്കി, ചേട്ടൻ ആരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കോളനിയും കൂടെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സംശയരോഗിയായ സ്ത്രീ എന്ത് ചെയ്യുക? ഒളിച്ചു നിന്ന് നോക്കിയാണ്. കല്യാണത്തിന് മുമ്പ് ആരെങ്കിലുമായിട്ടൊരു ബന്ധം ഈ പുള്ളിക്കുണ്ടെങ്കിൽ പുള്ളി അവിടെ നിന്ന് പല്ലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകുന്നവരെ നോക്കി ചിരിക്കും, സംസാരിക്കും. നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പാവം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അമ്മച്ചി വന്ന് നിൽക്കുക ഫ്രണ്ടിൽ. മോനെ സന്തോഷമാണെന്നൊക്കെ ചോദിച്ച് പോയി ഉടനെ എന്നെ പെണ്ണും പിള്ള ചാടി വെളിയിറങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ സംശയ രോഗങ്ങളുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, അവരെല്ലാം കൂടി ഇരുന്ന് ചിരിച്ചത് എന്നെക്കുറിച്ചാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംശയ രോഗികൾ ആത്മീയ ലോകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുക, ചിന്തിക്കുക, അവരെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ഏതാണ് ഈ പത്രോസിന് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. 2-3 പേരുണ്ടായിരുന്നു, യോഹന്നാനും യാക്കോവും പത്രോസും. പത്രോസ് എന്ന് മീറ്റിങ്ങിന് പോയിട്ടും വീട്ടിൽ ചെന്നിട്ട് നാട്ടുകാരെല്ലാം ഫോൺ ചെയ്ത് ചോദിക്കും, യോഹന്നാനും യാക്കോവും ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോയ സമയത്ത് ആരോടെങ്കിലും മിണ്ടിയോ, സംസാരിച്ചോ, ചിരിച്ചോ, അവരെന്ത് പറഞ്ഞു, അവരെ വീട്ടിൽ പോയപ്പോൾ എന്ത് നിങ്ങൾക്ക് തന്നു, ഇതെല്ലാം പത്രോസിനെ അറിയണം. ഹല്ലേലൂയ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു. ഞങ്ങൾ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഞാൻ അറിയുന്നത് വേറെ പലരും ഞങ്ങളെ വീട്ടിൽ വന്നു. അവരുടെയൊക്കെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തന്നു? മാനസിക രോഗമല്ലേ? പ്രൈസ് ദി ലോർഡ്. അവർക്ക് അപ്പോഴുള്ളത് നമ്മൾ കൊടുത്തു. മറ്റുള്ളവർ വന്നപ്പോൾ ഇതില്ലായിരുന്നു കൊടുക്കാൻ. അവർക്ക് കട്ടൻ ചായ ഇട്ട് കൊടുത്തു, ചിപ്സ് കൊടുത്തു. പക്ഷേ ആദ്യം വന്ന ആൾക്കറിയണം, ഇനി ഞങ്ങൾക്ക് പൂരിയും അവർക്ക് പെറോട്ടയാണോ കൊടുത്തത്, ഇഡ്ഡലിയാണോ ഇടിയപ്പമാണോ എന്ന് അവർക്കറിയണം. ഇതെന്ത് മെൻ്റലാണ്? പ്രൈസ് ദി ലോർഡ്. അതും പ്രാർത്ഥനയെ ലീഡർമാർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തലയെ കൈവച്ചു പോയി, കർത്താവ് എൻ്റെ ഗതി. ഹല്ലേലൂയ. എത്ര ബാലിശ്യമായ ആൾക്കാരാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. കൊച്ചു പിള്ളേരെക്കാളും കഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ ജോലി ഇതൊന്നും അല്ല കേട്ടാ. നമ്മൾ അത്രയും തരം താഴ്ന്ന് പോകരുത്. ദൈവമക്കളെ, നമ്മൾ തരം താഴ്ന്ന് പോകരുത്. ഇതെല്ലാം തരം താഴ്ന്ന സ്വഭാവങ്ങളാണ്. ഞാൻ പറഞ്ഞ എത്ര അഭിഷേകത്തിൽ വീഴുന്നു. അവരെ ഈ ചോദിച്ചവരൊക്കെ എത്ര കസേര ഒടിച്ചവരാണെന്നറിയാം നമ്മൾ ആരാധിച്ചു. സ്വതന്ത്രം. അവർക്ക് എല്ലാ ദിവസവും ഒരു കസേര ഒടിയും. ആരാധിച്ച് തീർന്ന് പറഞ്ഞേ ചോദിക്കാം, പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് വിടുതലില്ല? ഉയരത്തിലോട്ടുള്ള നോട്ടമല്ല. നമ്മുടെ നോട്ടം ഇതുവരെ ശരിയായിട്ടില്ല. നമ്മുടെ കാഴ്ചപ്പാട് ഇതുവരെയും ശരിയായിട്ടില്ല.
നമ്മുടെ വർത്തമാനങ്ങൾ ഇന്ന് വരെ ശരിയായിട്ടില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരെ, ഈ ലോകത്തിലാണ് നമ്മളെ നോട്ടം മുഴുവൻ, ലോകത്തിലാണ്, മനുഷ്യരിലാണ്. നമ്മളെ വിളിച്ചത് ദൈവമാണ്, മനുഷ്യനല്ല. ഈ ലോകത്ത് ആരുമല്ല നിന്നെ വിളിച്ചാക്കിയിരിക്കുന്നത്. ദൈവരാജ്യത്തിനകത്ത് നിന്നെ കൈപിടിച്ച് കയറ്റിയത് ഇന്ന് നീ കാണുന്ന വ്യക്തികളല്ല. നിന്നെ കൈപിടിച്ച് കടത്തിയത് യേശുവാണ്. എത്ര പേർ വിശ്വസിക്കുന്ന യേശുവ എന്നെ കൈപിടിച്ച് നടത്തുന്നത്? എൻ്റെ കർത്താവാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നത്. എൻ്റെ ദൈവമാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നത്, മനുഷ്യനല്ല, മനുഷ്യരല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ നോട്ടം ശരിയാകുമ്പോൾ പ്രശ്നങ്ങൾ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. ലാസർ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് ലാസറിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കർത്താവ് യേശുവിൻ്റെ അടുക്കൽ ആളയച്ച് പറഞ്ഞപ്പോൾ കർത്താവ് മിണ്ടിയില്ല, മൈൻഡ് പോലും ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ സമയം വന്നില്ല. ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ ആരും റെക്കമെൻഡേഷൻ ചെയ്യേണ്ട ആവശ്യം ദൈവത്തിനില്ല. യേശു കർത്താവ് അത്ഭുതം ചെയ്യാൻ കല്യാണ ഭവനത്തിൽ വന്നപ്പോൾ മാതാവ് എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഒരു അത്ഭുതം നിന്റെ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ ആരുടെ റെക്കമെൻഡേഷൻ ദൈവത്തിന് ആവശ്യമില്ല. ആരും തലയിൽ കൈവയ്ക്കേണ്ട കാര്യമില്ല. ആരും ക്രെഡിറ്റ് എടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാ ക്രെഡിറ്റും സകല മഹത്വവും എൻ്റെ ദൈവത്തിന് തന്നെ പോകണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ടും ക്രെഡിറ്റ് എടുപ്പിക്കുന്നവനല്ല ദൈവം, മഹത്വം കൊടുക്കുന്നവനല്ല ദൈവം. നിന്റെ ജീവിതത്തിലെ സകല അത്ഭുതങ്ങളുടെയും പുറകിൽ എൻ്റെ ദൈവത്തിന് മാത്രമാണ് മഹത്വമുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തനിക്ക് ബോധിച്ച സമയത്ത് ഇറങ്ങി വരും. അത് ചിലപ്പോൾ 2 വർഷമായിരിക്കാം, 3 വർഷം കഴിയുമായിരിക്കാം. പക്ഷേ അന്ന് വരെയും നീ വിശ്വസ്തനായിരുന്നാൽ, എൻ്റെ ദൈവസന്നിധിയിൽ വിശ്വസ്തത വാർത്തിരുന്നാൽ, നിനക്ക് വേണ്ടി ഇതുവരെ നീ കാണാത്ത അത്ഭുതം ദൈവം ചെയ്യാൻ പോവുകയാണ്. ചില ആൾക്കാർക്ക് വെപ്രാളമാണ്. വന്ന ഉടനെ തന്നെ രാവിലെ രക്ഷിക്കപ്പെടും, ഉച്ചയ്ക്ക് സ്നാനപ്പെടും, വൈകുന്നേരം അഭിഷേകം പ്രാപിക്കും, പിറ്റേന്ന് സ്റ്റേജിൽ കയറണം. പ്രൈസ് ദി ലോർഡ്. പിറ്റേന്ന് അവർക്ക് പ്രസംഗിക്കണം, ആൾക്കാരെ തലയിലൊക്കെ കൈവയ്ക്കണം. എവൻ്റെ ഭൂതമേ പോയിട്ടില്ല, പിന്നെ മറ്റവൻ്റെയും കൂടെ ഭാഗത്ത് എവൻ്റെ പിന്നെ ഭൂതം കൂടെ കയറ്റാനുള്ള പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വെപ്രാളപ്പെടരുത്. നീ വെപ്രാളപ്പെടരുത്. നീ താണിരുന്നാൽ ദൈവം തക്ക സമയത്ത് നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് ആത്മാവ് നിന്നെ ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നീ താണിരുന്നാൽ, ദൈവത്തിൻ്റെ സന്നിധി ബലമുള്ള കൈകൾ താണിരുന്നാൽ, എൻ്റെ ദൈവം നിന്നെ അന്വേഷിച്ച് വരാൻ പോവുകയാണ്. ദൈവം ഇറങ്ങി വരുന്ന സമയമുണ്ട്. പ്രൈസ്. നീ ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്തോ. നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ബുദ്ധിമുട്ടില്ലാതെ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ നീ ചെയ്തുകൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൈവം ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. മാർത്തയും മറിയും ഭയങ്കര വിശ്വാസ വീര അനുഭവങ്ങളുള്ളത്. കാരണം അവർ ഒരാളിനെ അയച്ചു, അറിയിക്കേണ്ടത് അറിയിച്ചു. പക്ഷേ ദൈവം വന്നില്ല, ഒന്നും പറഞ്ഞില്ല. അടുത്തിട്ട് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. കർത്താവിനെ കുറ്റം പറഞ്ഞില്ല. ഈ ദൂത് പറയാൻ പോയ ആളിനെ കറക്റ്റാ പറഞ്ഞോ പറഞ്ഞില്ല. ഇനി യേശുവിൻ്റെ അടുത്ത് പോയോ ഈ പുള്ളി? ഇത് പറഞ്ഞത് പിന്നെ ലാസറിന് സുഖമില്ലാതെ കിടക്കുന്നതെന്ന് പറഞ്ഞ് അറിയിച്ചതാണ്. ഇദ്ദേഹം അറിയിച്ചോ? പിന്നെ ഇത് ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണോ യേശു വരാത്തത്? ഇതൊന്നും ഒരു വിഷയമല്ല. മാർത്തയും മറിയം പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ അറിയിച്ചു, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്തിട്ടുണ്ട്. മണിക്കൂറുകൾ എത്രയോ ദിവസം ഇനി ഉപവസിച്ച് കരഞ്ഞ് നിലവിളിച്ച് പിന്നെ നാട്ടുകാരെല്ലാം അറിയിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. വിശ്വാസമുണ്ട്, ഒരൊറ്റ പ്രാവശ്യം നീ മുട്ടും അടക്കി നീ അങ്ങ് പ്രാർത്ഥിച്ച് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആ വിഷയം അങ്ങോട്ട് സമർപ്പിച്ചാൽ, നമ്മളെപ്പോലെ കർത്താവിന് ഓർമ്മക്കുറവില്ല. നമുക്ക് ഓർമ്മക്കുറവുണ്ട്, നമുക്ക് ബോധമില്ല. പക്ഷെ ദൈവം ബോധമുള്ളവനാണ്, മറക്കുന്നവനല്ല. നീ ഏത് വിഷയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ, നീ മറന്നാലും മറക്കാത്തൊരു ദൈവം. നീ അവിശ്വസ്തത കാണിച്ചാലും വിശ്വസ്തനായി പാർക്കുന്ന ദൈവം. നീ മറന്നാലും നിനക്ക് വേണ്ടി ജാഗരിക്കുന്നൊരു ദൈവം. ഇന്ന് പകല നീ പ്രാർത്ഥിച്ച വിഷയത്തിന് തക്ക സമയത്ത് മറുപടി തരുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. കർത്തൃ ദിവസം വരാൻ പോവുകയാണ്. ദൈവമക്കളെ, നീ മറക്കും, പക്ഷെ ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ. പണ്ടൊരു ബിസിനസ്സുകാരൻ പ്രാർത്ഥിക്കാൻ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് എത്ര പ്രാർത്ഥിച്ചാലും വിടുതലില്ല. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷത്തിന് മുമ്പ് ഒരു പാവപ്പെട്ട ഉപദേശിയെ അടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു മറന്നുപോയി, ഒരു ഓർമ്മയില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർക്കത്തില്ല, വേറെ പൈസ കിട്ടാനുള്ളത് ഓർക്കും. പാവപ്പെട്ട ഉപദേശിമാരെ പറഞ്ഞതും ചെയ്തതൊന്നും എല്ലാവരും ഓർക്കത്തില്ല, മറന്നുപോയി എന്ന് പറയും. പക്ഷേ 5 രൂപ കിട്ടാനുണ്ടെങ്കിൽ ഓർക്കും. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ
ഒരു നാരങ്ങ മുട്ടായി ഒരുത്തരം വാങ്ങിച്ചു, അതുവരെ ഓർക്കും. പക്ഷേ അഭിഷിക്തന്മാരെ പറഞ്ഞതൊക്കെ മറന്നു പോകും. ഹല്ലേലൂയ. പക്ഷേ ദൈവം മറക്കത്തില്ല. കർത്താവ് പറഞ്ഞു, 20 വർഷത്തിന് മുമ്പ് അവൻ ഒരാളിനെ എൻ്റെ അഭിഷിക്തൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചിട്ടുണ്ട് പരസ്യയോഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അന്ന് ഞാൻ ഇവനെ റെഡിയാക്കിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവൻ എഴുന്നേറ്റം പിടിച്ചിട്ടില്ല. ഇവൻ എഴുന്നേറ്റം പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ അഭിഷിക്തനോട് ചെന്ന് നിരപ്പ് പ്രാപിക്കണം. അവസാനം കണ്ടുപിടിച്ച് ഈ ദൈവദാസൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഈ പാസ്റ്റർ മറന്നുപോയി. പാവപ്പെട്ട അയാൾ നല്ല നിഷ്കളങ്ക ഹൃദയം ഉള്ളതുകൊണ്ട് പാസ്റ്റർ അങ്ങ് മറന്നു. ഹല്ലേലൂയ. പക്ഷെ ദൈവം മറന്നില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തറിയാൻ പറഞ്ഞു, ദൈവം മറക്കുന്ന ദൈവമല്ല കേട്ടോ. ഇന്ന് നിൻ്റെ ജീവിതത്തിലെ സകല വിഷയങ്ങളും നീ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സകലതും, ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ദൈവസനെ ഏൽപ്പിച്ച പലതും ആത്മാവ് മറന്നിട്ടില്ല, കർത്താവ് മറന്നിട്ടില്ല. കർത്താവിൻ്റെ ഒരു ദിവസം എന്താ വെളിപ്പെടാൻ പോകുന്നു. അന്ന് ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. നീ മറന്നു, നീ അത് കിട്ടത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. നീ വീടിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നീ എന്തിനൊക്കെയോ വേണ്ടി കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുണ്ടല്ലോ, നീ മറന്നുപോയി. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വിഷയമില്ല എന്ന് പറഞ്ഞ് നീ ഇപ്പോഴും ദൈവസന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകല് ഹല്ലേലൂയ, ദൈവം നീ പറഞ്ഞാലും മറക്കാത്ത എൻ്റെ ദൈവം നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച വിഷയം വലിയ മഹത്വത്തോടെ ആ വിഷയത്തിന് മറുപടികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ലാസർ മരിച്ചു, പറഞ്ഞയച്ചവരും മറന്നു, പ്രൈസ്, വീട്ടുകാരും മറന്നു. പക്ഷേ യേശു വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്, വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങളുടെ ലാസറിനെ ഞങ്ങൾ പുനരുദ്ധാരണത്തിൽ കാണും. ഹല്ലേലൂയ. പക്ഷേ ദൈവം മറക്കുന്നവനല്ല. ദൈവത്തിൻ്റെ സന്നിധി നീ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഒരുപക്ഷെ ലാസറിനെ നിങ്ങൾ എടുത്ത് അടക്കി വലിയ കുഴിക്കകത്ത് വെച്ച് കയ്യും കാലും എല്ലാം കെട്ടി ആ ലാസറിൻ്റെ ശരീരം അഴുകിപ്പോയാലും പുഴുത്തു പോയാലും, പ്രൈസ് ദി ലോർഡ്, ദൈവം ഇറങ്ങി വരുമ്പോൾ ഏത് പുഴുത്ത് നാറിയ വിഷയത്തിനും, നീ മറന്ന വിഷയത്തിനും കർത്തൃ ദിവസത്തിൽ മറുപടി ഉണ്ട്. കർത്തൃ ദിവസത്തിൽ മറുപടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് പകൽ കർത്തൃ ദിവസം വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ തലമുറയുടെ ജീവിതത്തിൽ കർത്തൃ ദിവസം വെളിപ്പെടാൻ പോകുന്നു. കഴിഞ്ഞ 4-5 തലമുറകളായി നീയും ഞാനും അനുഭവിക്കുന്ന സകല പാരമ്പര്യ ശാപങ്ങൾക്കും ദൈവത്തിൻ്റെ കർത്തൃ ദിവസം വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ സമയം വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ടൈം ഇതാ വെളിപ്പെടാൻ പോകുന്നു. കർത്താവ് പറയാണ്, ഇതാ ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്നു. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിനക്കും വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പാരമ്പര്യമായി ഞാനും നീയും അനുഭവിക്കുന്ന സകല വിഷയങ്ങൾക്കും വേണ്ടി എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു പ്രതിക്രിയ ചെയ്യുവാൻ ആ കർത്തൃ ദിവസം എന്താ വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സമയം വെളിപ്പെടാൻ പോകുന്നു. ദൈവം നിന്നെ അടുക്കൽ ഇറങ്ങി വരാൻ പോകുന്നു. നിന്നോട് ദൈവം സംസാരിക്കാൻ പോകുന്നു. നിന്റെ തലമുറയുടെ ബന്ധനം ദൈവം അഴിക്കാൻ പോവുകയാണ്. നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവുകയാണ്. നിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. നീ പ്രാർത്ഥിച്ച് മറന്ന വിഷയങ്ങളിൽ ഇതാ വരുന്ന ദിവസങ്ങളിൽ മറുപടികൾ സ്പഷ്ടമായി കണ്ണ് കണ്ട് കാണത്തക്ക രീതിയിൽ ആത്മാവ് ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ടൈമിൽ, മനുഷ്യന്റെ സമയത്തല്ല, ദൈവത്തിന്റെ സമയം. പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമയം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയം. അത് വെളിപ്പെടുമ്പോൾ മഹത്വം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുകളിൽ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടാം. നമ്മുടെ സമയത്ത് ചെയ്താൽ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി കാര്യങ്ങൾ നടക്കും. പക്ഷെ ദൈവത്തിൻ്റെ സമയമാണെങ്കിലോ നാട്ടുകാരറിയും, സകല കണ്ണും കണ്ട് ആശ്ചര്യപ്പെടും, ഞെട്ടിപ്പോകും. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് കണ്ണിന് ആശ്ചര്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിനോട് ദൂത് പറയുകയാണ്, ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് ഈ വർഷം തന്നെ ചില വീടുകൾ ദൈവാത്മാവ് തരാൻ പോകുന്നു. വീടില്ലാത്ത ചിലർക്ക് വീട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് നീ ഞെട്ടിപ്പോകുന്ന രീതിയിൽ സ്വന്തമായി ചില ഭവനങ്ങൾ ആത്മാവ് തരാൻ പോകുന്നു. ചിലർക്ക് വാഹനങ്ങൾ തരാൻ പോകുന്നു. ആത്മാവ് പറയുന്നു, ഇന്ന് വരെ 5 പൈസ ഒരു സെന്റ് പോലും ഇല്ലാത്ത, വസ്തുവില്ലാത്ത നിനക്ക് ആത്മാവ് പ്രമാണങ്ങൾ എഴുതുന്ന സമയമാണ് ഈ വർഷം. എങ്ങനെ ഇത് സംഭവിക്കും? നിന്റെ കയ്യിൽ പൈസയില്ല, എന്നാൽ നീ പ്രമാണം ചെയ്യാൻ പോവുകയാണ്. നിനക്ക് സ്വന്തമായി സ്ഥലങ്ങൾ വാങ്ങാൻ പോകുന്നു. ദൈവാത്മാവ് നിന്റെ തലമുറയുടെ വിവാഹം എങ്ങനെ നടക്കും? ദൈവാത്മാവ് നടത്താൻ പോവുകയാണ്. തലമുറ ഇല്ലാത്ത നിനക്ക് ആത്മാവ് തലമുറയെ തടാൻ പോവുകയാണ്. ഇതാ സ്തുതി മാറ്റുന്ന ദൈവം, ദൈവത്തിന്റെ കർത്തൃ ദിവസം വെളിപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ദൈവം ഞെട്ടിപ്പിക്കുന്ന ദൈവമാണ്.
ഞെട്ടിപ്പോകും. നീ ഞെട്ടിപ്പോകും. അടുത്തിന് പറഞ്ഞു നീ ഞെട്ടിപ്പോകാൻ പോവുക. നീ ഇപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് സാഹചര്യം നോക്കി പെറുപുറത്തോണ്ടിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ലോക്ക്ഡൗൺ ആണെങ്കിലും ഇനി എന്താണെങ്കിലും നമുക്കൊരു വിഷയമല്ല. ഏത് ഗവൺമെൻറ് വന്നാലും ദൈവമക്കളെ നമുക്കൊരു വിഷയമല്ല. എന്തൊക്കെ ഇവിടെ വിഷയം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നിനക്കൊരു വിഷയമല്ല. നിന്റെ കൂടെ ചലിക്കുന്നൊരു ദൈവമുണ്ടെങ്കിൽ, യോഹന്നാൻ എന്ന് പറയുന്ന നീ പത്മോസിനകത്താണോ? നിനക്ക് ചുറ്റും പലതും കാണും. നീ അതിനെയല്ല കാണേണ്ടത്. നീ കാണേണ്ടത് ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്കി നീ സ്തോത്രം ചെയ്തോ, സ്തുതിച്ചോ, ആരാധിച്ചോ, പാട്ടുപാടിക്കോ, അന്യഭാഷ പറഞ്ഞോ, ദൈവത്തോട് അന്യഭാഷകൾ നീ സംസാരിക്കാൻ തുടങ്ങിക്കോ. മുകളിൽ നിന്നും ഒരു വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. ഒരിക്കലും ആർക്കും തുറക്കാത്തൊരു വാതിൽ ഇതാ ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 90 വർഷമായിട്ട് യോഹന്നാൻ നീ എന്നെ ഫോളോ ചെയ്യുകയാണ്. ഇതുവരെ ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ സമയം വന്നിരിക്കുകയാണ്, എൻ്റെ ടൈം വന്നിരിക്കുകയാണ്. പത്രോസ് കണ്ടതല്ല, പൗലോസ് കണ്ടതല്ല, അവര് ശിഷ്യന്മാർ കണ്ടതല്ല. എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ പിന്തുടരുന്ന നിനക്ക് വേണ്ടി ആർക്കും ചെയ്യാത്തതൊന്ന് ഞാൻ ഇന്ന് പകൽ ചെയ്യാൻ പോകുന്നു. ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പറ, ഫോളോ ചെയ്യുക. മടുത്തു പോകാതെ ഫോളോ ചെയ്യുക. മടുത്തു പോകാതെ ആരാധിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക, അന്യഭാഷ പറഞ്ഞുകൊണ്ടേയിരിക്കുക. മടുത്തു പോകരുത്. സകലരും നിന്നെ കളിയാക്കും, പരിഹസിക്കും, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കും. പക്ഷേ മടുത്തു പോകരുത്. മടുത്തു പോകാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. കൂടെ ഉണ്ടായിരുന്ന പത്രോസും പൗലോസും സകല മനുഷ്യരും വലിയ അഭിഷിക്തന്മാരും ദേശം, രാജ്യം, പട്ടണങ്ങളെ ഇളക്കുന്ന ശുശ്രൂഷകരായി മാറിയപ്പോൾ, ഹല്ലേലൂയ, കർത്താവ് യേശുക്രിസ്തു തൻ്റെ സ്വന്തം മാതാവിനെ ഏൽപ്പിച്ച യോഹന്നാൻ മാത്രം വളരെ നിരാശനായി നിൽക്കുന്ന. ഒരു കൺവെൻഷനില്ല, ഒരു പോസ്റ്ററിലും തൻ്റെ പേര് വരുന്നില്ല, ഒരു പട്ടണവും തന്നെ ഇളക്കുന്നില്ല, ഒരു മീറ്റിങ്ങിനും ആരും വിളിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. താൻ ഭവനത്തിനകത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുകയാണ്. 90 വയസ്സ് വരെ അങ്ങനെ പോയി. ഈ പ്രായത്തിനിടയിൽ തനിക്ക് പിൻപിൽ വന്നവർ വരെ കയറിപ്പോയി. ഹല്ലേലൂയ. പക്ഷേ തൻ്റെ ടൈം വന്നിട്ടില്ല. എന്നിട്ടും താൻ അത്രത്തോളം മാനിക്കപ്പെട്ടില്ല എങ്കിൽ പോലും താനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് മറ്റുള്ളവരെക്കാളും ആഴത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് മടുത്തു പോകാതെ, പിറുപിറുക്കാതെ, നിരാശപ്പെട്ടു പോകാതെ യോഹന്നാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മടുത്തു പോകരുത്. പറഞ്ഞിട്ട് മടുത്തു പോകരുത്. വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് മടുത്തു പോകരുത്. നിന്റെ വീട്ടിനകത്ത് തന്നെ പ്രതിയോഗി ഉണ്ടായിരിക്കാൻ നീ മടുത്തു പോകരുത്. മനുഷ്യനെ മടുത്തു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ മടുപ്പിക്കുന്ന, നിനക്ക് വിരോധമായി വീട്ടിനകത്ത് പ്രതിയോഗി ഉണ്ടെങ്കിൽ അതൊരു വാതിലാണ്. ആ പ്രതിയോഗി ഉള്ളത് കൊണ്ട് നീ കൂടുതൽ പ്രാർത്ഥിക്കും. ആ പ്രതിയോഗി ഉള്ളത് കൊണ്ട് നീ കൂടുതൽ അന്യഭാഷ പറയും. ആ പ്രതിയോഗി ഉള്ളത് കൊണ്ട് നീ കൂടുതൽ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് വരും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അയൽവാസി നിനക്ക് വിഷയമാണോ? ഹല്ലേലൂയ. നീ ആ വ്യക്തി മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം നിനക്കൊരു വഴിയായി, വാതിലായി വെളിപ്പെടാൻ പോവുകയാണ്. കാരണം ഇതെല്ലാം വരുന്നത് നിന്നെ ദൈവത്തിൽ നിന്ന് പിടിച്ച് പറിച്ച് കളയാനാ. പക്ഷെ നീ പറയണം, ഞാൻ ആ എന്താ ഈ കള്ളന്മാർ കൊണ്ടുവന്ന ഒരു സംഭവം അറിയുമല്ലേ, ചോറിൽ പറ്റി പിടിച്ചിരിക്കും. അതിൻ്റെ പേരെന്തോ? എന്താ? ഉടുമ്പ് അല്ലേ? ഇങ്ങനെ ചോറിലോട്ട് എറിഞ്ഞിട്ട് അത് ആകപ്പാട് ഇത്രയേ ഉള്ളൂ. ഈ പുള്ളി അതിനേക്കാളുണ്ട് 6 അടി പൊക്കമുള്ള ഒരാൾ ഈ ഉടുമ്പിൻ്റെ ശരീരത്തിലൊരു കയറ് കെട്ടി ഇതിനെ ചോറിലോട്ട് എറിയും. പണ്ടത്തെ ആൾക്കാർ, കായംകുളം കൊച്ചുള്ളിയെ പോലെയുള്ള ആൾക്കാരായിരിക്കും അവർ. ഇന്ന് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് പെട്ടെന്ന് ഇപ്പോഴേ ഒരു കള്ളൻ ഇറങ്ങി എന്ന് പറയാനായിട്ട് പുള്ളി ഈ സ്പ്രിങ് വെച്ചുള്ള ചപ്പലിട്ടുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ചാടിയൊക്കെ മരത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുന്നു. അന്നെന്ത് ചെയ്യുക, ഉടുമ്പിനെ ഒരൊറ്റ എറിഞ്ഞ് പിടിച്ചവിടെ ഇരിക്കും. പിന്നെ ഈ പുള്ളി എന്ത് ചോര് വഴി കയറി അങ്ങ് പോവുക. എന്നതുപോലെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ദേഹത്തോട് പറ്റിച്ചേർന്നിരിക്കണം. ഉടുമ്പ് പിടിച്ചതുപോലെ ഒരൊറ്റ പിടുത്തം, കർത്താവിനെ ഒരൊറ്റ പിടുത്തം നീ പിടിക്കണം. ഹല്ലേലൂയ. ആ പിടുത്തത്തിൽ നിന്ന് ലോകത്തിന് ആര് വിചാരിച്ചാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും എൻ്റെ കർത്താവിനെ വിട്ടൊരു പരിപാടി നീ ചെയ്യാതിരുന്നാൽ, പ്രൈസ് ദി ലോർഡ്, നീ വിചാരിക്കാത്ത സമയത്ത് എൻ്റെ ദൈവം നിനക്ക് നിന്റെ മുമ്പിൽ ഇറങ്ങി വരാൻ പോവുകയാണ്.
ആ ദൈവം ഒരിക്കലും പത്രോസും പൗലോസും കണ്ടതുപോലെ അല്ല യോഹന്നാൻ കണ്ടത്. ലേറ്റാകുന്നതിനനുസരിച്ച് മഹത്വം കൂടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രശ്നങ്ങളുടെ വിടുതൽ ദൈവത്തിൻ്റെ കർത്തൃ ദിവസം. അതാണ് യോഹന്നാൻ അവിടെ പറഞ്ഞത്. കഴിഞ്ഞ വർഷങ്ങളായി നാളുകളായി ഈ ദിവസത്തിന് വേണ്ടി യോഹന്നാൻ കാത്തിരിക്കുകയാണ്. യോഹന്നാൻ മനസ്സിലായി ഈ പത്മോസ് എൻ്റെ കർത്തൃ ദിവസമായി വെളിപ്പെടാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദിവസങ്ങളായി ഇത് മാറാൻ പോവുകയാണ്. നീ അത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രത്യേകത. പ്രാർത്ഥിക്കുന്നവൻ പ്രതികൂലം വരുമ്പോൾ ഭയപ്പെടത്തില്ല, അവൻ സന്തോഷിക്കും, അവൻ കൂടുതൽ നേരം ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കും. ഹല്ലേലൂയ. അവൻ പറയും, ഈ പ്രതികൂലം എനിക്കൊരു നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രശ്നങ്ങൾ എനിക്കൊരു നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോവുകയാണ്. എൻ്റെ അടുത്ത സീസൺ എന്താ വെളിപ്പെടാൻ പോവുകയാണ്. ആരും കാണാത്ത ഞാൻ കാണാൻ പോകുന്നു, ആരും എഴുതാത്ത ഞാൻ എഴുതാൻ പോകുന്നു, ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ആത്മീക മർമ്മങ്ങൾ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കാൻ പോവുകയാണ്. ഞാൻ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ആയി വരാൻ പോവുകയാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ആരും ഇതുവരെ തുറന്നു കൊടുക്കാത്തൊരു വാതിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? പ്രതികൂലങ്ങളിലായിരിക്കുന്ന നിന്നെ നോക്കി ആത്മാവ് പറയുകയാണ്, ആർക്കും തുറക്കാത്തൊരു വാതിൽ ആത്മാവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ദൈവം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. നിന്റെ ശരീരത്തിൽ അനുഭവിക്കട്ടെ, അത് നിന്റെ ശരീരത്തെ തീ ജ്വാലയായി അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തിൽ ആത്മാവ് പറഞ്ഞു, യോഹന്നാനെ വിളിച്ചതുപോലെ വിളി. ഇതിനകത്ത് ചിലരോട് ആത്മാവ് പറയുന്നു, യോഹന്നാനെ പോലെ ചിലർ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പോവുകയാണ്. ലോകത്തിൻ്റെ തീക്ക് കെടുത്താൻ സാധിക്കാത്ത വിശ്വാസം, ലോകത്തിൻ്റെ തീക്ക് കെടുത്താൻ സാധിക്കാത്ത വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ദാനിയേലിനെ എടുത്ത് സിംഹത്തിൻ്റെ കൂട്ടിനകത്തിട്ടപ്പോൾ ദാനിയേലിന് ഭയങ്കര ഉറപ്പായി, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിലെ സിംഹം എൻ്റെ അകത്തിരിക്കുന്നു. അപ്പോഴാണ് ഈ ലോകത്തിൻ്റെ സിംഹം വായും പൊളിച്ചു വന്ന് നിൽക്കുക എന്നെ വിഴുങ്ങാൻ. പക്ഷേ അത് വിഴുങ്ങാൻ സാധിക്കത്തില്ല. നിന്നേക്കാളും വലിയൊരു സിംഹം എൻ്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ സിംഹത്തെ ഞാൻ ഭയപ്പെടുകയില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹം എൻ്റെ അകത്തിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളുടെ നടുവിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്നില്ല. രാജാവെ, നിന്നെ നമസ്കരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഈ പൊട്ടക്കിണർ എനിക്കൊരു പ്രശ്നമല്ല. ഈ സിംഹം എനിക്കൊരു വിഷയമല്ല. ഈ ലോകത്തിൻ്റെ തീ എനിക്കൊരു വിഷയമല്ല. ഇന്ന് പകല് കോംപ്രമൈസ് ഇല്ലാത്തൊരു വിശ്വാസം. എത്ര പേർക്ക് ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ദൈവത്തിന്റെ കർത്തൃ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ മതിയായവനാണ്. ഞാൻ പതറി പോകത്തില്ല. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. സാഹചര്യങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. അടുത്തിരിക്കുന്നവർ പറഞ്ഞാട്ടെ, വ്യക്തികളെ കുറ്റം പറയരുത്, സാഹചര്യത്തെ കുറ്റം പറയരുത്. അവൻ അത് ചെയ്തു, ഇത് ചെയ്തു, അവൻ എൻ്റെ സ്റ്റേജ് എടുത്ത് അടിച്ചു മാറ്റി, അവൻ എന്നെ കുറിച്ച് അത് പറഞ്ഞു, അവൻ എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല, മിണ്ടിയില്ല, അവൻ എനിക്ക് കൈ തന്നില്ല, കാല് തന്നില്ല എന്നൊന്നും നമ്മൾ പറയരുത്. പ്രൈസ് ദി ലോർഡ്. വ്യക്തികളെ പറയരുത്, സാഹചര്യങ്ങളെ പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുമില്ലായ്മ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ സമ്പന്നനാണ്. യേശുവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ സമ്പന്നനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ രോഗത്തെക്കുറിച്ച് നീ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും എൻ്റെ രോഗമാണ്, വലിയ രോഗം എനിക്കുണ്ടെന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഇതൊക്കെ നീ മറന്നു കളഞ്ഞിട്ട് നിന്നെ കൊണ്ടാകുന്ന രീതിയിൽ നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. നീ സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളുമ്പോൾ, അപ്പോഴാണ് സൗഖ്യം വെളിപ്പെടുന്നത്. സൗഖ്യം വെളിപ്പെടുന്നത്. ഒരു വീട്ടിനകത്ത് എപ്പോഴും ഞാൻ രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരുന്നാൽ നീ വീണ്ടും രോഗിയായി കൊണ്ടിരിക്കും. അതിന് പകരം എൻ്റെ ശരീരത്തിൽ രോഗമുണ്ടായിരിക്കാം, പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസ് എന്ന ദൈവത്തിനോട് പറഞ്ഞു, എനിക്കൊരു ശൂലമുണ്ട്, അതിനെ എടുത്ത്. പക്ഷെ പൗലോസിനോട് ദൈവം പറഞ്ഞു, ആ ശൂലമൊക്കെ അവിടെ ഇരിക്കട്ടെ, നിഗളിച്ചു പോകാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ഈ ഷുഗർ എന്ന് പറയുന്ന രോഗം ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒരുപാട് തിന്ന് വണ്ണം വെച്ച് വയറും വീർപ്പിച്ച് ഇരിക്കാതിരിക്കാനാണ് ദൈവം നിനക്ക് ഷുഗർ തന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, അതവിടെ ഇരിക്കട്ടെ, ദൈവകൃപ നിനക്ക് മതി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ എനിക്ക് മതി പറഞ്ഞിട്ട് ആ ശൂലമൊക്കെ അവിടെ ഇരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, പൗലോസേ ശൂലമൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ ആ ശൂലം ഉള്ളപ്പോൾ തന്നെ എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഈ രോഗം നിന്നെ കൊല്ലുകയില്ല, നശിപ്പിക്കുകയില്ല. അങ്ങനെ എന്നേ നശിപ്പിക്കണമായിരുന്നു.
നീ കല്ലെറിഞ്ഞ ആൾക്കാരെ നിന്നെ മുകളിലോട്ട് കയറ്റിയപ്പോൾ തന്നെ തട്ടിപ്പോകാനുള്ളത്. പക്ഷേ എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. മരണത്തെ ഭയപ്പെടരുത്, രോഗത്തെ ഭയപ്പെടരുത്. നിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് എപ്പോഴും അയ്യോ രോഗി, അയ്യോ ഞാൻ രോഗി. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കരച്ചിലും നിലവിളിയും രോഗം, എനിക്ക് അവിടെ വേദന ഇവിടെ വേദന, മാറുന്നേ ഇല്ല, എങ്ങനെ മാറും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചോറ് തിന്നലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറ ചോറ് ഉരുട്ടി മുകളിലോട്ട് എറിഞ്ഞ് പിടിക്കുകയാണ് ജോലി. പിന്നെ എങ്ങനെ മാറും നമ്മൾ രോഗം? പ്രൈസ് ദി ലോർഡ്. അപ്പം നിനക്ക് വേണ്ടി ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില രോഗങ്ങളൊക്കെ നിന്റെ ശരീരത്തിൽ തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളെയല്ല, രോഗങ്ങളെ മാറ്റം, അങ്ങനെയല്ല. ഇതിൻ്റെ നടുവിലും എൻ്റെ കൃപയിൽ നീ ജീവിക്കണം. ഇതെല്ലാം നിന്റെ കാൽ കീഴിലാക്കാൻ നിന്നെ ദൈവം ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് ഒരു വിശ്വാസത്തിൻ്റെ കൃപ തന്നിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളും നിനക്ക് മുമ്പിൽ ഉണ്ടെങ്കിലും നീ എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നോ ദൈവത്തിന് അറിയണം. പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, പൈസയില്ല, ലോൺ അടയ്ക്കാൻ വയ്യ, കടഭാരമാണ്, വീടില്ല, സ്ഥലമില്ല, കാറില്ല, ഒന്നുമില്ല, വളരെ പ്രതികൂലത്തിലാണ്. പക്ഷെ അതിൻ്റെ നടുവിലും ദൈവം പറയും എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്ക് വിടുതൽ കിട്ടിയാലേ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്ന കൂട്ടത്തിന് ദൈവം ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരു മകൻ പറയുകയാണ് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ അപ്പനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവൻ്റെ പക്വത ഇല്ലാത്തതുകൊണ്ട് പറയുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ മകൻ പറയുമ്പോൾ ചോക്ലേറ്റ് ഇല്ലല്ല എൻ്റെ സ്നേഹം. ഹല്ലേലൂയ. അത് ജന്മനാ ഉള്ള ഒരു ബന്ധമാണ്, രക്തബന്ധം. യേശുവുമായിട്ടുള്ള രക്തബന്ധത്തിനകത്താണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും കിട്ടിയാലേ നീ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അപ്പനും മകനും എന്നുള്ള ബന്ധത്തിനകത്തല്ല. നീ യഥാർത്ഥത്തിൽ അപ്പനും മകനുമായുള്ള ബന്ധത്തിനകത്താണ്. വെളിപ്പാടതിൻ്റെ അകത്ത് കയറിയാൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ അപ്പനെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ അപ്പനെ വിട്ട് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും കിട്ടിയല്ല, വസ്തുവും വകയും കിട്ടിയിട്ടല്ല, ചോക്ലേറ്റ് കിട്ടിയിട്ടല്ല ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്നത്. ഇതൊരു രക്തബന്ധമാണ്. ഇത് എവിടെയിട്ട് മുറിച്ചു കളഞ്ഞാലും മുറിഞ്ഞു പോകാത്തൊരു ബന്ധമാണ് രക്തബന്ധം. യേശുവിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ഞാനും നീയെങ്കിൽ ഇന്ന് പകൽക്കാലം ആര് വിചാരിച്ചാലും ഈ ബന്ധത്തിൽ നിന്ന് നമ്മളെ പിരിക്കാൻ സാധിക്കത്തില്ല. നഗ്നതയോ പട്ടിണിയോ വാളോ ഒന്നും എന്നെ ക്രിസ്തുവിൽ നിന്നും വേർപിരിക്കാൻ സാധിക്കത്തില്ല എന്ന് പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ ഇന്ന് പകൽ നീ വിളിച്ചു പറയണം, കർത്തൃ ദിവസം വെളിപ്പെടുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും നമ്മളെ ബന്ധം വേർപിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ടൈം വരുമ്പോൾ ദൈവം ഇറങ്ങി വരും. നിന്റെ പുഴുത്ത് നാറിയ അനുഭവത്തിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എൻ്റെ ദൈവത്തിൻ്റെ കൂടെ പന്തിയിലിരുത്തി ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഒരു വലിയ മാന്യത നിന്റെ മുമ്പിൽ വെളിപ്പെടും സഹോദര. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക്, നിന്ദകൾക്കെല്ലാം എൻ്റെ ദൈവം നീതിയുടെ കിരീടം, ജീവൻ്റെ കിരീടം നിനക്കായി വെച്ചിട്ടുണ്ട്. ഒരു വലിയ പടക്കളത്തിൽ, ഓട്ടക്കളത്തിൽ ഓടി നീ വിരുദ് പ്രാപിക്കാൻ പോവുകയാണ്. സ്വർഗം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? ഇന്ന് പകലെ എൻ്റെ ദൈവം നിനക്ക് അനുകൂലമാണ്. ഒരു മനുഷ്യനും പ്രതികൂലമായി നിൽക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ഗ്ലോറി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ടൈം ദാ വരാൻ പോകുന്നു. കർത്താവിൻ്റെ ദിവസം, കർത്തൃ ദിവസം. ഇന്ന് മുതൽ നീ പറഞ്ഞു പഠിക്കണം. ഹല്ലേലൂയ. പറഞ്ഞു പഠിക്കണം. നിനക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ കണ്ട് നോക്കി നിൽക്കാതെ നീ പറയണം, എൻ്റെ ദൈവത്തിൻ്റെ ദിവസമാണത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതികൂലവും പ്രശ്നവും വിഷയവും പറയുന്നവനല്ല വിടുതൽ കിട്ടുന്നത്. എപ്പോഴും പലരെയും കുറിച്ച് ചിന്തിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല. നീ ദൈവത്തിൽ ആശ്രയിക്കണം. നീ കൃപയിൽ ആശ്രയിക്കണം. നീ പ്രാർത്ഥിക്കാൻ വേണ്ടി ഭാഷന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, മദിനി അത് പറഞ്ഞു, അമ്മാവിയമ്മ കൊണ്ട് നിവർത്തിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ അമ്മാവിയമ്മ എന്ന് പറയും നിന്നെ കൊണ്ട് നിവർത്തിയില്ല. ആര് പറയുന്നത് വിശ്വസിക്കും? അമ്മാവിയമ്മ എന്ന് പറയും മരുമോളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. മരുമോളും എന്ന് പറയും അമ്മാവിയമ്മയെ കൊണ്ട് ഒരു, ആര് പറയുന്നത് വിശ്വസിക്കും? ഒറ്റ വഴിയേ ഉള്ളൂ. അമ്മാവിയമ്മ മാനസാന്തരപ്പെടണം, ദൈവത്തിനെ നോക്കണം. മരുമകളും ദൈവത്തിനെ, രണ്ടുപേരും ദൈവത്തെ നോക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര സ്വസ്ഥതയും സമാധാനം നാട്ടുകാർക്കുണ്ടാവും. ഹല്ലേലൂയ. സ്തോത്രം. നീ നന്നായി പറഞ്ഞാട്ടെ, ഞാൻ നന്നായല്ല എന്ന് ശരിയാവും. നാട്ടുകാരെ അടുത്തിരിക്കുന്ന ആളിനെ എന്തെങ്കിലും ദൂത് വരുന്ന പറഞ്ഞേ, തൊട്ടടുത്തിരിക്കുന്ന ആൾ എല്ലാ ദൂതും തൊട്ടടുത്തിരിക്കുന്ന, നമുക്കൊരു ദൂതുമില്ല.
ദാവീദ് രാജാവാകുന്ന ദൂത് മാത്രം നമുക്കുള്ളത്, ഗോലിയാത്തിൻ്റെ ദൂതെല്ലാം അടുത്തിരിക്കുന്ന ആൾക്ക് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിൻ്റെ ദൂതെല്ലാം അടുത്തിരിക്കുന്ന ആൾക്കും ദാവീദിൻ്റെ ദൂതെല്ലാം എനിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ഞാൻ നന്നായാൽ എല്ലാം നന്നാകും. നിന്റെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നീ നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാവും നമ്മുടെ കണ്ണുകളും ശരിയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടെല്ലാം റെഡിയാവും. നമ്മൾ ആരെയും നോക്കാതെ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തരായി ഓടിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്നവരൊക്കെ അവിടെ നോക്കി നിൽക്കുകയും ചെയ്യും. നമ്മൾ ആ ഓട്ടക്കളത്തിനകത്ത് ഓടിക്കൊണ്ടേയിരിക്കുക. ആരും നോക്കരുത്, തിരിഞ്ഞു നോക്കരുത്, ഇടത്ത് നോക്കരുത്, വലത്ത് നോക്കരുത്. ഒറ്റ നോട്ടം മാത്രം, കർത്താവിനെ മാത്രം നോക്കി, ഉയരത്തിലോട്ട് മാത്രം നോക്കി നീ ഓടാൻ തയ്യാറാണെങ്കിൽ ആത്മാ പറയാണ്, ഒരു കർത്താവിൻ്റെ ദിവസം, കർത്താവിൻ്റെ സമയം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് നീ ചോദിക്കുന്ന സകല വിഷയങ്ങളിലും ആത്മാവ് ഇറങ്ങി വന്ന് ഈ 2021 തന്നെ ഒരു വലിയ സീസൺ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. വലിയ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്.